കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് പുറച്ചേരി എന്നൊരു ഗ്രാമത്തിലാണ്. അതും പ്രശസ്തമായ വടക്കനയിടത്ത് ഇടമന ഇല്ലത്ത്. നമ്പൂതിരിമാർ, അന്തർജനം, ഇല്ലം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ട്. വലിയ ആഢ്യത്വത്തിൻ്റെ വലിയ ഒരു ആ കുടുംബ മഹിമ തന്നെ, ഇല്ലത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ ആ ഒരു ചിത്രമാണ്. വലിയ കോടാനുകോടി സ്വത്ത്, ഏക്കർ കണക്കിന് സ്ഥലം, അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക. നമ്മുടെ ഈ ഇല്ലത്തിനും അങ്ങനെ 200-ലേറെ അധികം ഏക്കർ സ്ഥലവും വലിയ ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നു. അത്തരമൊരു കുടുംബത്തിലേക്ക് ഞങ്ങൾ വരാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അമ്മയുടെ ഓർമ്മ പുസ്തകം. അത് എഴുതിയിരിക്കുന്നത് മാധവൻ പുറച്ചേരിയാണ്. മാതൃഭൂമിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തലശ്ശേരിയിലെ മാതൃഭൂമി ലേഖകൻ അനീഷ് പാതിരിയാടാണ് ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്ന് ശുപാർശ ചെയ്തത്. വായിച്ചപ്പോൾ അന്തം വിട്ടുപോയി. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കഴിഞ്ഞ ഒരു ഇല്ലത്തിൻ്റെ കഥയാണ് അതിനകത്ത്. ആ ഇല്ലത്തിലെ കഥാപാത്രങ്ങൾ, അന്തർജനവും നമ്പൂതിരിമാരും അവരുടെ മക്കളൊക്കെ കടന്നു വന്ന വഴികൾ വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ പലപ്പോഴും കണ്ണ് നിറഞ്ഞുപോയി. അത്രയേറെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലൂടെയാണ് ആ കുടുംബം കടന്നു വന്നത്. ആ കുടുംബത്തിൽ ജീവിച്ച ഒരംഗം ആ ജീവിതം പകർത്തുകയായിരുന്നു അമ്മയുടെ ഓർമ്മ പുസ്തകത്തിലൂടെ. മാധവൻ പുറച്ചേരി. ഇപ്പോൾ മാധവൻ പുറച്ചേരിയെക്കുറിച്ച് അറിയാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ ഏതാണ്ട് 40 വർഷമായി എഴുത്തിൻ്റെ ലോകത്ത് അദ്ദേഹമുണ്ട്. 300-ലേറെ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓർമ്മ പുസ്തകങ്ങളും 10-20-ലേറെ അതും വരും. എഴുത്തിൻ്റെ ലോകത്ത് സക്രിയ സാന്നിധ്യമാണ്. എണ്ണപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം, തലയെടുപ്പുള്ള കേരളത്തിലെ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം 30 വർഷം മുമ്പ് പ്രവാസിയുടെ മൊഴികൾ എന്ന മാധവൻ പുറച്ചേരിയുടെ കവിത, അത് പ്രകാശനം ചെയ്യുന്നത് സുഗതകുമാരിയാണ്. അതും അവർ സ്വന്തം ചിലവിൽ വന്ന് കണ്ണൂരിൽ വന്ന് അത് പ്രകാശനം ചെയ്യുക. ഞാൻ എന്തിനാണ് ആമുഖമായി ഇത്രയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇത്രയൊന്നും പറഞ്ഞാൽ പോരെ, ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ എഴുത്തിൻ്റെ ലോകത്ത് നമ്മളെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മാധവൻ പുറച്ചേരി എന്ന കവിയുടെയും എഴുത്തുകാരനുടെയും സഞ്ചരിക്കുക എന്നുള്ളതാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ ലക്ഷ്യമിടുന്നത്. സക്സസ് സ്റ്റോറിയിൽ വന്ന ആളുകളിൽ നിന്നും ഭിന്നമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കാരണം ബാല്യം അത്ര കടുപ്പമാണ്, കഠോരമായിരുന്നു. അതൊക്കെ കടന്നു വന്ന ഒരു മനുഷ്യൻ ഇന്ന് സക്സസ്സായി ഒരു അധ്യാപകനായി ഒക്കെ ജീവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നറിയണം ഈ എഴുത്തുകാരനെ, ആ ഇല്ലത്തെ, ആ കുടുംബത്തെ. അതുകൊണ്ട് തന്നെ സക്സസ് സ്റ്റോറി ഏറെ ഹൃദയപൂർവ്വം മാധവൻ പുറച്ചേരിയെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മാധവൻ, ഏറെ സ്നേഹത്തോടെ താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെസ്, മാധവൻ പുറച്ചേരി, എന്തൊക്കെയുണ്ട്? ഞങ്ങളിങ്ങനെ ഒരു ഇല്ലം, നമ്മളിപ്പോൾ ഈ നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ വന്ന ഒരു ഇല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടൂഴി ഇല്ലത്തെ ഭവദാസൻ നമ്പൂതിരി ഒരിക്കൽ ഞങ്ങളുടെ സക്സസ് സ്റ്റോറിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഉമേഷും അതുപോലെ ഉണ്ണികൃഷ്ണനും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ സക്സസ് സ്റ്റോറിയിൽ സംവദിച്ചിരുന്നു. ഇപ്പോൾ താങ്കളിലേക്ക് ഒരു എഴുത്തുകാരൻ, അതിന് ആയുർവേദ രംഗത്തെ ഒരു കുലപതിയാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് താങ്കളിലേക്കാണ്. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഒന്നാമത് പുസ്തകം നല്ല രീതിയിൽ ആളുകൾ വായിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. സത്യസന്ധമായി എഴുത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ സത്യവും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ പറഞ്ഞത് ധാരാളം ഉണ്ടാവാൻ ജീവിതാനുഭവങ്ങൾ ആ രൂപത്തിലുള്ളതായിരുന്നു കൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതുകയും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാതെ മനസ്സിൽ പറയാനുള്ള സാധ്യതയുണ്ടോ? ചിലപ്പോൾ അത് അത്ര ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് 300-ലേറെ കവിതകൾ താങ്കൾ എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും
ഹൃദയസ്പർശിയായ താങ്കളുടെ ആ കവിത ചൊല്ലുമ്പോൾ എപ്പോഴെങ്കിലും കണ്ണ് നിറഞ്ഞു പോയ ഒരു കവിതയിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ, ഒരു 4 വരി. ഹൃദയസാക്ഷി എന്നൊരു കവിത കലാകൗമുദിയിൽ വന്നതാണ്. എത്ര വർഷം മുമ്പ്? 89. കലാകൗമുദിയുടെ ആ കാലത്താണ് കത്ത് നിൽക്കുന്ന കാലം. ഒരു കവിതയുടെ ഓരോ ലക്കത്തിന് വേണ്ടിയിട്ടും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന. മാത്രമല്ല, ഒരു കവിത മാത്രമേ കൊടുക്കുള്ളൂ. അത് വളരെ ഫോട്ടോ കൊടുത്ത് വളരെ കൊടുക്കുന്നതാണ്. ആ കവിത ഹൃദയസാക്ഷി എന്നുള്ള കവിതയുടെ അടിക്കുറിപ്പ് തന്നെ ഇല്ലത്തെ സമൃദ്ധമായ ദാരിദ്ര്യത്തിൽ ചികിത്സിക്കാൻ പോലും കഴിയാതെ മരിച്ചുപോയ എൻ്റെ പെങ്ങൾക്ക് ഒരു അടിക്കുറിപ്പ് അതിലുണ്ട്. പെങ്ങൾക്ക് അസുഖം വന്നിട്ടാണല്ലോ പെങ്ങൾ മരിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ ഒരു ഹോമിയോ മരുന്ന് കൊടുത്തിരുന്നു, അങ്ങനെ പല കൊടുത്തിരുന്നു. അത് ആദ്യം മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവര് അസുഖം വന്നത് ഗ്രഹണി എന്ന് വരുന്ന ദാരിദ്ര്യത്തിന്റെ ഒരു പക്ഷേ ദാരിദ്ര്യത്തിനും ഒരു സമ്പന്നതയുണ്ട് എന്ന് താങ്കൾ കവിതയുടെ. അതെ അതെ, ദാരിദ്ര്യത്തിൽ ഈ കാണുമ്പോൾ ആളുകൾക്ക് വലിയ ഇല്ലം, കുളം, അന്നത്തെ നിലയിൽ 1 ഏക്കർക്ക് അധികം, 1 ഏക്കർ 64 സെന്റോളം ഭൂമി. 160 ഏക്കർ അല്ല, അത് ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ കാണുമ്പോൾ വരുമ്പോഴത്തേക്കൻ സ്വാഭാവിക ശാന്തിയൊന്നും വരുമാനമൊന്നും വേറെ ഇല്ല. സ്ഥലം വന്ന് കരപ്പറമ്പിന്. കവിതയിൽ ഒരു 4 വരികളിലേക്ക് കിടക്കാം. ഹൃദയസാക്ഷി. പാതിഹൃദയത്തിനു നീ സാക്ഷി, മറുപകുതിക്കു ഞാൻ മൂകസാക്ഷി. നിലവിളിച്ചകലുന്ന പകലുകൾക്കപ്പുറം നെറുകയിൽ തീക്കുണ്ടമേറ്റിയ സന്ധ്യകൾ. ഇരുൾ വീണു പടരുമീ അഭിശപ്ത വീഥികളിൽ തുണനീയുമീ നിന്റെ വാക്കുകളാകുന്ന കൊച്ചരിപ്രാക്കളും മാത്രം. വീണ്ടും ഈരുളിന്റെ കൽപ്പടവിറങ്ങവേ കാറ്റു ചോദിക്കുന്നു, കൊടുങ്കാറ്റു ചോദിക്കുന്നു, ഭാണ്ഡത്തിലെന്തുണ്ട് പാന്ത. അച്ഛന്റെ നെഞ്ചിലേ കത്തുന്ന തീയുണ്ട്, അമ്മയുടെ കണ്ണീർ കടലിലെ ഉപ്പുണ്ട്, പെങ്ങളുടെ മൗനത്തിലെ കൊടുങ്കാറ്റുണ്ട്. 4 കെട്ടും പടിപ്പുരയും കിനാവിന്റെ പൂവണിമുറ്റവും പൂത്തിലഞ്ഞിയും കൊന്നയും പൂവാങ്കുരുന്നില പൂച്ചൂടി നിൽക്കുന്ന കുന്നും പുഴകളും സ്മൃതികൾ തന്നറവുണ്ട്. യെസ്. അച്ഛൻ്റെ പേരെന്തായിരുന്നു? ഗോവിന്ദൻ നമ്പൂതിരി, വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവ് വടക്കില്ലം എന്ന പേര്. അമ്മയുടെ പേര് ഗംഗ അന്തർജനം. ഗംഗ അന്തർജനം. ശരിക്കും ജനിക്കുന്നത് ഇവിടെ തന്നെയാണ്, നമ്മൾ ഇരിക്കുന്ന ഈ പറമ്പിൽ ഉള്ള വീട്ടിൽ തന്നെയാണ്. എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 4 ആണും 1 പെൺകുട്ടിയാണ്. നിങ്ങൾ ഈ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും 2 പേരുടെയും രണ്ടാമത് വിവാഹമായിരുന്നു? അല്ല, അമ്മയുടേത് ആദ്യത്തെ വിവാഹമായിരുന്നു. അമ്മയ്ക്ക് കാലിന് മുടന്തുണ്ടായിരുന്നു, ചെറിയ മുടന്തുണ്ടായിരുന്നു. അക്കാലത്ത് പെൺകുട്ടികളുടെ ധാരാളം പെൺകുട്ടികളുണ്ട്, വിവാഹം കഴിയുക വലിയ പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആദ്യ വിവാഹത്തിലെ മകളെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് മാറ്റക്കല്യാണം. ആദ്യ വിവാഹത്തിലെ മകളെ ശരിക്കും അളിയനെ കൊടുത്തു. അളിയനാണ് എന്റെ അമ്മാവനും അളിയനും ഒരാളാണ്. തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു. ഈ താങ്കൾ 4 മക്കളാണെന്ന് പറഞ്ഞല്ലോ. എത്ര ആണോ എത്ര പെണ്ണുമാണ്? ഞങ്ങൾ 4 ആണും 1 പെണ്ണുമാണ്. 2 സഹോദരിമാരും കൂടി ഉണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. വലിയ മൂത്ത സഹോദരിയാണ് ഈ ദേവകി എന്ന് പറയുന്ന മരിച്ചുപോയത്. ചെറുപ്പത്തിലുള്ള. താങ്കളുടെ അമ്മയിൽ നിങ്ങൾ 2 പെൺകുട്ടികളും 1 ആണുമാണോ? അല്ല, 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ് താങ്കളുടെ ബന്ധത്തിൽ. അപ്പൊ ആദ്യ ബന്ധത്തിലൊന്നും കുട്ടികളില്ല? 3 പേരുണ്ട്. അത് 1 ആണും 2 പെൺകുട്ടികളും. അല്ല, താങ്കളുടെ ജനനം വലിയ ആഘോഷമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അതിനു മുമ്പ് വന്നല്ല ഈ പാത്രം കുട്ടി നാട്ടുകാരെ അറിയിച്ചു വലിയ സന്തോഷത്തിലായിരുന്നു താങ്കളുടെ. കാരണം അതുവരെ പെൺകുട്ടികളാണ് വന്നത്. ഈ പെൺകുട്ടികൾ വരുമ്പോൾ അമ്മ വലിയ ദുഃഖം അനുഭവിച്ചിരുന്നു, വലിയ അപഹാസ്യമാകുന്ന രീതിയായിരുന്നു ആ കാലത്ത് എന്ന് പറഞ്ഞു. നമ്പൂതിരി കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഈ മകനാണ്, ആൺമക്കളാണ് അനന്തരാവകാശിയായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇല്ലം അന്യം നിന്ന് പോകും. അച്ഛൻ തന്നെ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മുഴുവൻ പേരും വസൂരി വന്ന് മരിച്ചപ്പോ അച്ഛനും അച്ഛൻ്റെ അമ്മയും മാത്രമാണ് ബാക്കി. തറവാട്ടിൽ ഇല്ലെങ്കിൽ തറവാട് ഇല്ല, ആരുമില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പിന്നീട് അച്ഛൻ്റെ ആദ്യ വിവാഹം, അവര് മരിച്ച് 2ാമത് അമ്മയെ വിവാഹം കഴിക്കുന്നത്.
അതിലും 2 പെൺകുട്ടികളാണ് ആദ്യം. മൂന്നാമതായിട്ടും പെൺകുട്ടി തന്നെ ആയിരിക്കുന്നു എല്ലാവർക്കും ധാരണയുണ്ട്. അങ്ങനെ ഒരു ധാരണയിലാണ് നിങ്ങളുടെ എഴുത്ത് ഓർമ്മ പോകുന്നത്. അതെ അതെ അതെ, എല്ലാവരും നാട്ടില് മുഴുവൻ ആളും അവിടെ മൂന്നാമത്തതും അതെ അതെ, പിന്നെ അത് വെള്ളരിക്കല്ലാതെ വേറെ എന്താ കഴിക്കുക എന്നുള്ള നിലയിലാണ് അക്കാലത്ത് നമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ഒരു അന്തരീക്ഷം മാറുകയാണ്. ആൺകുട്ടി ഉണ്ടാവുക സന്താനം എന്ന് അറിയപ്പെടുക. സന്താനം ഉണ്ടായി അവിടെ ഇല്ലത്തിൽ അല്ല, മറ്റൊരു സ്ഥലത്ത് കല്യാണം കഴിച്ചു പോയപ്പോ അമ്മ തന്നെ, അമ്മയുടെ ഇല്ലം രാമക്കാട്ടില്ലമാണ് മണ്ടൂരുള്ള. പക്ഷെ ആ പേരിലേ അല്ല, അമ്മ വടക്കിനേടെ തടമില്ലത്ത് ഇനീഷ്യൽ വരെ മാറുകയാണ്. വി ഗംഗ അന്തർജനം എന്ന് മാറുകയാണ്. കാരണം അന്ന് വേറൊരു അഡ്രസ് ഇല്ല, ഭർത്താവിന്റെ വീട്ടിലെ അഡ്രസ്സാണ് അയാളുടെ അഡ്രസ്സായി മാറുന്നത്. അങ്ങനെ നിങ്ങൾ ഈ അച്ഛനും അമ്മക്കും നിങ്ങൾ 4 മക്കളായിരുന്നു. 4 ഒരു പെണ്ണും പെങ്ങള് ഏറ്റവും മൂത്തയാള് അല്ലല്ല, മൂത്ത 2 പേര് മരിച്ചു. പിന്നെ ബാക്കിയുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാനൊരു കവിതയെ പറഞ്ഞിട്ടുണ്ട്, 2 പേരെ പുലി പിടിച്ചു. ഒരു കവിത താങ്കളുടെ ഈ ഒരു ഓർമ്മ, ഇപ്പം താങ്കൾ ബാക്കിയുള്ള അമ്മയിൽ നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. താങ്കളുടെ ഒരു ബാല്യകാലത്തെ ഏറ്റവും ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ എന്താണ്? ഏറ്റവും ബാല്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചേരുന്നതിനൊക്കെ മുമ്പ്. ഞാൻ കാണുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടർന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ജനനം. അതുവരെ ഈ സഖാക്കള് മുഴുവൻ പിന്നെ ചുറ്റിലും സംരക്ഷിക്കാൻ ആളുകൾ വരികയൊക്കെ ചെയ്തൊരു അന്തരീക്ഷത്തിൽ നിന്ന് 2 പാർട്ടി ആയതോടുകൂടി പരമാവധി ഒറ്റപ്പെട്ടു പോയ. കാരണം പാർട്ടി പടർന്നപ്പോൾ അച്ഛൻ CPI-യിലാണ്. CPI-യിലും അച്ഛനോടൊപ്പം കുറെ പേര് കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെ അതെ അതെ, കാന്തറോട്ട്, TC നാരായണൻ നമ്പ്യാർ, അങ്ങനെ KPR CPM-ന്റെ അച്ഛനായിട്ട് വളരെ അടുപ്പ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ മാത്രമല്ല, നാട്ടിലുള്ള പ്രവർത്തകർ തന്നെ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്റെ കുട്ടിക്കാലം. ഇപ്പൊ ആദ്യം പഠിക്കാൻ ചേർന്നത് എവിടെയാണ്? പുറച്ചേരി ഗവൺമെന്റ് ഇല്ലത്ത്. അമ്മ 3ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ പോലും അമ്മ അത്യാവശ്യം എല്ലാം നന്നായി വായിക്കും. അച്ഛനും അത്രയും 4ാം ക്ലാസ്സേ ഉള്ളൂ. പക്ഷെ അച്ഛൻ നന്നായിട്ട് വായിക്കും, വലിയ വായനക്കാരനാണ്. അതുകൂടാതെ അച്ഛൻ ഒളിവില് കിടന്ന് വളരെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യും. ആദ്യമായിട്ട് പുറച്ചേരി LP സ്കൂളിലാണ് ഞാൻ ചേരുന്നത്. അച്ഛൻ പഠിച്ചത് അറത്തിൽ VMLP സ്കൂൾ 1ാം ക്ലാസ്സിലാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ തന്നെ ഇവിടുന്ന് എഴുതാനും വായിക്കാനും പഠിച്ചിട്ടാണ് പോകുന്നത്. ഈ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ആ കാലത്തെ ഭക്ഷണവും ജീവിതവും എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമൃദ്ധമായ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ എന്തായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്ന ആ കാലഘട്ടം? താങ്കളുടെ കാലത്ത് വളരെ കുറെ ചില ദിവസങ്ങളിൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപൂർവം ചിലപ്പോ ഇവിടെ ഗോപാലട്ടൻ എന്ന് പറഞ്ഞ അവലിടി നിൽക്കുന്ന ആളുണ്ട്. അച്ഛൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 ആഴ്ച കഴിഞ്ഞായിരിക്കും വരിക. എവിടെയുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഇവിടെ അത്രയും ഇതെല്ലാം ഈ പലപ്പോഴും ചിലർ നെല്ല് അരിയെ കുറച്ചൊന്നും കൊണ്ടു കൊടുക്കും. പാർട്ടിക്കാർ തന്നെ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. പിന്നീട് ഒരു KC നാരായണൻ നമ്പ്യാർ എന്ന് പറയുന്ന പാർട്ടി CPM ആണെങ്കിൽ പോലും അച്ഛനെ അറിയുന്നത് കൊണ്ട് അദ്ദേഹം കുറച്ച് അരിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കും. ഇങ്ങനെ വല്ലപ്പോഴും അച്ഛൻ ചില സാധനങ്ങളായി വരും. പിന്നെ കടം പറഞ്ഞ് വാങ്ങിയിട്ട്. ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയുള്ള പട്ടിണിയാണ് സ്കൂളിലേക്ക് പോകുന്ന പല ദിവസങ്ങളിലും. സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു അക്കാലത്ത്? അപൂർവമായിട്ട് ഈ ഉപ്മാവ്, അമേരിക്കയിൽ നിന്ന് വരുന്നൊരു ഉപ്മാവ്, അതെ അതെ, അത് വളരെ അപൂർവം. കുറച്ച് ദിവസം ഒന്നിച്ച് കിട്ടും, കുറച്ച് ദിവസം പിന്നെ കിട്ടുകയില്ല. അത് ഒരുപാട് സ്കൂളിലെ കാലഘട്ടത്തിൽ ഉപ്പുമാവിയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? വല്ലപ്പോഴും കിട്ടുന്ന സമയത്തുള്ള വലിയ ഘടകമായിരുന്നു. കിട്ടുമ്പോ അത് പക്ഷെ തുടർച്ചയായിട്ട് കിട്ടില്ല. അത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ അവല് കൊണ്ടുവന്നാൽ അവല് നനച്ച് കഴിക്കുക എന്നുള്ളത്, അത് ഒന്നുമില്ലെങ്കിൽ അന്ന് ഒന്നുമില്ല. വസ്ത്രം തന്നെ വളരെ കുറവാണ്. താരതമ്യേന കീറി പറഞ്ഞ വസ്ത്രമായിട്ടാണ്. അത് ആരെങ്കിലും പഴയത് വാങ്ങിയതാണ്. എൻ്റെ വസ്ത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം സ്കൂളിൽ പോകുന്നത് 5ാം ക്ലാസ്സിലോട്ടാണ് ഒരു വസ്ത്രം ഉള്ളത്. ബാക്കി 4ാം ക്ലാസ് വരെ മറ്റുള്ളവര് എൻ്റെ അടുത്തുള്ള ഒരു എന്നെക്കാൾ മുതിർന്ന കുട്ടികളെ ചില ഡ്രസ്സ് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചാണ് പോകാറുള്ളത്. അത് പിന്നെയും തുറന്നിട്ടുണ്ട് ഞാൻ.
അത് 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ് വരെയാണ് ഈ പുറച്ചേരി അതെ സ്കൂളിൽ പഠിക്കുക. ആ സ്കൂളിൽ ആ കാലഘട്ടത്തിലെ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. ശങ്കരൻ മാഷായിരുന്നു 1ാം ക്ലാസ്സിലെ അധ്യാപകൻ. അവരെ നിങ്ങളോടുള്ള ഒരു നിലപാട് വളരെ സ്നേഹത്തോടുള്ള എത്ര കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ? ക്ലാസ്സിലൊന്ന് 40 കുട്ടികളുണ്ടായിരുന്നു. ഏകദേശം സമാനമാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞാല് അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് ഉള്ള ഒരു എല്ലാവർക്കും അറിയാം. ഈ അറിയപ്പെടുന്ന ദരിദ്രനാണ്. ഈ മാധവൻ എന്നതിന്റെ കൂടെ മാധവൻ നമ്പൂതിരി കടന്നു വന്നില്ലായിരുന്നു സ്കൂളിൽ ചേർക്കുമ്പോൾ? ഇപ്പോഴും ഉണ്ട്. എന്റെ വി മാധവൻ നമ്പൂതിരി എന്നുണ്ട്. ഞാൻ മാധവൻ നമ്പൂതിരി വടക്കില്ലം. വി എന്ന് പറയുമ്പോൾ വടക്കിനടുത്ത് ഇടമനയില്ലെന്നാണ് മാധവൻ നമ്പൂതിരി. അങ്ങനെ ഞാൻ പിന്നെ പണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ 81 വീക്ഷണം വാരാന്ത പതിപ്പില് വി മാധവൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് എഴുതി. എപ്പോഴാണ് ആ പേര് ഉപേക്ഷിക്കാനുള്ള മനസ്സ് വന്നത്? 83 അത് ഉപേക്ഷിക്കുന്നത്. എന്താണ് കാരണം? അത് എന്റെ സുഹൃത്തും തൃശ്ശൂർ നവയുഗത്തിന്റെ പത്രാധിപര്, എന്റെ സുഹൃത്ത്, വളരെ ജ്യേഷ്ഠ സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ നമ്പൂതിരി എന്ന് പേര് വെക്കണോ ഇത്. അപ്പൊ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛനും അഭിപ്രായം പറഞ്ഞത് സ്ഥലപ്പേര് വെച്ച് എഴുതാലോ, അത് നല്ലതല്ലേ എന്ന് പറഞ്ഞു. നമ്പൂതിരിയിലെ കുറച്ചുകൂടി ഒരു പക്ഷെ ആഢ്യത്വം അച്ഛനും ഇല്ല. അപ്പോ അച്ഛനില്ലാത്തോണ്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്? അതല്ലല്ല, എനിക്കും അതില് ഞാൻ അക്കാലത്ത് മറ്റ് സാധാരണഗതിയില് നമ്പൂതിരിമാര് ഇതര സമുദായത്തിൽപ്പെട്ട പ്രായം കൂടിയവരെ വരെ പേര് ആയിട്ട് വിളിക്കുക. ഞാൻ ചെറുപ്പത്തിലേ ഏച്ചിന്ന് വിളിക്കുക. സരോനേച്ചി, ശാന്തേച്ചി, ശാരദേച്ചി. ഈ അടുത്തുള്ള ഈ മുതിർന്നവരെ ഇപ്പൊ അങ്ങനെ എനിക്കൊരു ഓർമ്മയുണ്ട്. നമ്മുടെ ഭാസുരേന്ദ്ര ബാബുവിന്റെ ഭാസുരേന്ദ്രന്റെ ഭാര്യ അവിടെ കാവുങ്കര ഇല്ലമാണ്. ഭാസുരേന്ദ്രന്റെ മക്കള് എല്ലാവരും മുതിർന്നവരെല്ലാം പേരാ വിളിച്ചിരുന്നത്. അപ്പൊ ഈ ഇതിൽ പറയുന്നതുകൊണ്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് ഒരു അനന്തു എന്ന് പറയുന്ന മകൻ കവിയൂർ ബാലനെ ബാലൻ എന്ന് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു കാലത്ത് പിന്നെ മറിച്ച് വിളിച്ചാൽ എന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഈ നാട്ടിലും എല്ലാവരും പേരെന്നെ വിളിച്ചിരുന്നത് പ്രായമുള്ളവരാ. ഞങ്ങളൊരു കുടുംബം ആദ്യമായിട്ട് പരിചയമുണ്ടോ? പരിചയമുണ്ട്. വളരെ അടുത്ത് പരിചയമില്ല, പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിര, 2 മക്കൾ. അപ്പൊ ഈ കവിയൂർ ബാലൻ എന്ന് പറഞ്ഞ പഴയ സാംസ്കാരിക വേദിയുടെ പ്രമുഖനായ നേതാവാണ്. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ആ കുട്ടികൾ, അപ്പൊ ഞാൻ ആകെ അന്തം വിട്ടുപോയി. ചെറിയ മക്കള് 3 വയസ്സോ 4 വയസ്സുള്ള. അപ്പൊ അത് വിളിക്കാം അന്നത്തെ കാലത്ത്. അക്കാലത്തെ നീതി അതാണ്. തിരിച്ച് ഞാൻ പലപ്പോഴും ഏച്ചിന്ന് വിളിക്കുമ്പോ അവരിങ്ങോട്ട് പറയാറുണ്ട് ഇത് പറ്റില്ല, വിളിച്ചുകൂടാന്നൊക്കെ. കാരണം ഞങ്ങളെ പേര് വിളിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചുകൂടാത്തത്? അത് കുറെ കാലം അക്കാലത്തുള്ള ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കാലമാണ്. 4ാം ക്ലാസ് വരെയുള്ള പഠനത്തില് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ, സങ്കടമാകട്ടെ സന്തോഷമാകട്ടെ, പങ്കുവെക്കാൻ പറ്റും? രണ്ടും ഉണ്ട്. സങ്കടവും സന്തോഷവും രണ്ട്. അത് സങ്കടം എന്ന് പറയുന്നത് ഒന്നിച്ച് എന്റെ ഒപ്പം തന്നെയാണ്. ഏച്ചി പിന്നെ ഒന്നിച്ച് ഉണ്ട്. ഏച്ചി ആണെങ്കിൽ വലിയ വയറും കേട്ടാണ്. അടുത്താണ് പുറച്ചേരി സ്കൂള്. UP സ്കൂൾ പോകുമ്പോൾ കുറെ കൂടി സങ്കീർണമാണ്. വയറുണ്ട്, ഗ്രഹിണിയുടെ ഭാഗമാണ്, മെലിഞ്ഞ ശരീരവും. ഗ്രഹിണി ശരിക്കും എന്താണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയുന്നത്? വരവെന്ന് പറയുന്നതാണ് അങ്ങനെ? അത് ശരിക്കും ലിവറിനെ ബാധിക്കുകയാണ്. നമ്മുടെ ദാരിദ്ര്യം, ഭക്ഷണമില്ലായ്മ, അതൊരു ദാരിദ്ര്യത്തിന്റെ ഒരു പ്രത്യേക സിമ്പലാണ്. കാരണം വലിയ വയറ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, വലിയ വയറുണ്ടാവുക. ഗ്രഹിണി പിടിച്ച കുട്ടികളൊക്കെ പറയും അതെ, വലിയ വയറുണ്ടാവുക. സത്യത്തില് ഭക്ഷണം തീരെ കഴിക്കുന്നുമില്ല, വലിയ വയറുണ്ടാവുക, മെലിഞ്ഞ ശരീരം ഉണ്ടാവുക. അത് വലിയൊരു കാരിക്കച്ചർ പോലെ നമ്മളെ മുന്നിൽ ഉണ്ടാവുക ചിത്രം. അപ്പൊ അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തിയത്. ചേച്ചിയുടെ രോഗം ഇങ്ങനെ നമ്മള് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കൊക്കെ രോഗം മൂർച്ഛിക്കും. എന്താണ് ലക്ഷണങ്ങൾ? എന്താ? ഛർദി വരും. പിന്നെ ഭക്ഷണം ഇല്ല, ഭക്ഷണം കൊടുക്കാനും ഭക്ഷണമില്ല. ഉള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും. അടുപ്പിൽ വെള്ളം വെച്ച് കയ്യിലുകൊണ്ട്. അതാണ് ആ കാലഘട്ടത്തിലെ ഓർമ്മ. അതെ. പിന്നീട് അധ്യാപകര് എന്നെ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് പോയതുകൊണ്ട് മറ്റു കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉള്ള എഴുതാനും എഴുതാനും പണി ഏൽപ്പിക്കും. അത് വലിയ ആഹ്ലാദമാണ്. ഈ 40 കുട്ടികളുടെ മുന്നിൽ നമ്മൾ ലീഡർഷിപ്പിൽ നിൽക്കുന്നു എന്നുള്ളത്. മാധവൻ, ഒരു അവിടുന്ന് പിന്നെ UP ഏത് സ്കൂളിലേക്ക്? UP ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ലാത്ര UP സ്കൂളിലേക്കാണ്. അതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം അധികം നടക്കേണ്ട ദൂരമാണ്. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക്. പക്ഷെ ലാത്ര സ്കൂൾ പോകുന്നത് അറത്തുപറമ്പ് എന്ന് പറയുന്നത് വളരെ വിജനമായ ഒരു പ്രദേശത്തുകൂടിയാണ്. അന്ന് വലിയ നിറയെ ഒരു പറമ്പ്, പുല്ല് എന്ന് പറഞ്ഞ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ഞങ്ങൾ കുട്ടികൾ കുറെ പേരുണ്ടാവും. പക്ഷേ എൻ്റെ ഈ ഏച്ചിയെ കൂട്ടി പോകേണ്ടത് കൊണ്ട് ഏച്ചിക്ക് നടക്കാൻ പറ്റില്ല.
അപ്പൊ നിങ്ങളെപ്പോഴും വൈകി എത്തുക, എത്ര നേരത്തെ പുറപ്പെട്ടാലും വൈകി എത്തുക. വളരെ നേരത്തെ പുറപ്പെടാറുണ്ട്, പക്ഷെ അപ്പം ഹോട്ടലിൽ കൊണ്ടു കൊടുക്കണം. എന്തപ്പാണ് ഉണ്ടായിക്കൊണ്ട് കാരയപ്പം ഉണ്ടാക്കുന്നത്? അമ്മയും ഞാനും കൂടി ഉണ്ടാക്കും. ചെറിയ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇത് കൊണ്ടുപോയി കൊടുക്കും. ഇത് ഹോട്ടലിൽ കൊണ്ടു കൊടുക്കും. ഹോട്ടലിൽ കൊണ്ടു കൊടുത്തിട്ട് അത് പിന്നെ അതൊരു പെട്ടെന്ന് രാവിലെ പോയിട്ട് അന്ന് കുറച്ചേ ചെയ്യാറുള്ളൂ ആദ്യം. അപ്പൊ ഞങ്ങള് രാത്രി സ്കൂളിലേക്ക് നടന്ന് പോകുമ്പോ പിന്നെ ഈ കുട്ടികളൊന്നും അറിയില്ല, അവര് ഈ പുല്ല് കെട്ടിയിടും ഇങ്ങനെ വഴിക്ക്. കെട്ടിയിട്ട് കഴിഞ്ഞാല് ഞാൻ വീഴുന്ന പോലല്ല, ഏച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാവും. കാരണം ഈ ഒന്നാമത് പിന്നെ വയറ് ഈ ഗ്രഹണിയുടെ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ വളരെ സാവകാശത്തിൽ നടക്കാൻ പറ്റുള്ളൂ. വഴിയിൽ പുല്ലുണ്ടെങ്കിൽ അത് കെട്ട് കഴിച്ചിട്ട് വേണം എനിക്ക് പിന്നെ കുട്ടി വരാൻ. ഞാൻ അവളെ വല്ലാതെ ചീത്ത പറയാറുണ്ട്, കാരണം ഞാൻ വൈകി എത്തുക. പക്ഷെ പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അധ്യാപകര് വൈകി എത്തുമ്പോൾ അസ്വസ്ഥതയും പ്രകടിപ്പിക്കും, സ്വാഭാവികമായും പ്രകടിപ്പിക്കും. കാരണം മറ്റു കുട്ടികളും വൈകി വരാനുള്ള ഒരു സാധ്യത അന്നങ്ങനെ അത് അത്ര. അച്ഛന്റെ പ്രധാന സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തില് പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അക്കാലത്ത് എല്ലാ നേതാക്കന്മാരും ഉണ്ട്. പെരിയാരം കിട്ടേട്ടൻ, പിന്നെ അതുപോലെ പിന്നെ TC നാരായണൻ നമ്പ്യാര്, KPR ഗോപാലൻ, EK നായനാർ. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KA കേരളി എന്ന് പറയുന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ചെയ്ത് മഹർഷി തുല്യനായ, ഒരിക്കൽ പോലും അധികാരത്തിന്റെ ആ ഭാഗത്തെ തിരിഞ്ഞു നോക്കാത്ത രാഷ്ട്രീയ പ്രവർത്തന കേരളീയനാണ്. അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? കേരളീയനാണ്. കാന്തറോട്ട് കേരളീയൻ എന്താണോ, കേരളീയനും അച്ഛനും തമ്മിലുള്ള കൂട്ടുകെട്ട് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബന്ധങ്ങൾ അങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ വരുമ്പോൾ നേതാക്കളാണോ ഇവരെല്ലാം? ഞാൻ കേരളീയൻ തന്നെയാണ്, കാരണം ഞാനും അവിടെ പോയി കോഴിക്കോട് ഇവിടുന്ന് ചെറുതാഴത്തുകാരനാണ് കേരളീയൻ. അദ്ദേഹം പിന്നീട് കോഴിക്കോട് ഗോവിന്ദപുരത്താണ്. ഞാൻ എൻ്റെ ബന്ധു വീട്ടിൽ പോലും അത്ര ഇഷ്ടത്തോടെ താമസിച്ചിട്ടുണ്ടാവില്ല. എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരാള് തന്നെയാണ് എന്നെ. അച്ഛൻ അവിടെ നിന്ന് പോകും, അച്ഛൻ അവിടെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പല വഴിക്ക് പോകാനുണ്ടാവും. പോയി കഴിഞ്ഞാൽ ആശയരംഗത്താണ് അച്ഛൻ പ്രവർത്തിച്ചിരുന്നത്. കൃഷിക്കാരൻ, നവയുഗം 2 മാസികകൾ. അച്ഛൻ ഈ ജോലി എന്തെങ്കിലും ചെയ്തിരുന്നു? അച്ഛൻ അക്കാലത്ത് പിന്നെ ഈ ഇതിന്റെ ഈ പുസ്തകത്തിലൊന്നും അത് കാര്യമായി കാണുന്നില്ല. നവയുഗത്തിന്റെ പിന്നെ സ്റ്റേറ്റ് ഓർഗനൈസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പൊതുപ്രവർത്തന രംഗത്താണ് അത് അല്ല ഈ ഇതന്നെ അതിന്റെ വരിക്കാരെ ചേർക്കുക, വരിക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു കമ്മീഷൻ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന വരുമാനമാണ്, വളരെ തുച്ഛമായ വരുമാനം കിട്ടുക. അപ്പൊ അച്ഛൻ അവിടെ കേരളീയന്റെ അവിടെ കൊണ്ട് നാക്കി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ വരുള്ളൂ. അപ്പൊ അവിടെ കൂടുമ്പോ കേരളീയൻ വളരെ പിന്നെ ചെറിയ കുട്ടിയാണെന്നുള്ള രീതിയിലേ അല്ല കാണുക, തുല്യ പരിഗണനയാണ്. കഞ്ഞിയും കുറച്ച് പയറാ ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചത് 5 സ്റ്റാർ ഭക്ഷണം ഇന്നത്തെ നിലയിൽ, കാരണം ഭക്ഷണം വളരെ പ്രയാസപ്പെട്ടിരുന്ന അന്തരീക്ഷത്തിൽ കേരളീയന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഒരു സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. താങ്കൾ പറഞ്ഞല്ലോ വസ്ത്രം അടുത്തുള്ള ആളുകളുടെ ഇട്ടിരുന്നത്. സ്വന്തമായി വസ്ത്രം ധരിച്ചത് എത്രാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ്? താങ്കൾ 5ാം ക്ലാസ് പറഞ്ഞു. 5ാം ക്ലാസ്സിലാണ് അങ്ങനെ ഒരു പുതിയ വസ്ത്രം ധരിക്കാനുള്ള അവസരം ഒരുങ്ങി. അത് പുതിയ സ്കൂളിലേക്ക് പോകുമ്പോ പിന്നെ അച്ഛൻ തന്നെ എവിടുന്നോ ചെറിയ പിന്നെ പൈസ കിട്ടിയത് വെച്ചിട്ട്, കാരണം ഇത് അടുത്തുള്ള സ്കൂളാണ് പുറച്ചേരി, ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാൽ കുറച്ച് ദൂരെയാണ് പ്ലാത്തറ UP സ്കൂള്. അവിടത്തേക്ക് പോകുമ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങി തരേണ്ട ഇത് അച്ഛൻ എങ്ങനെയോ അത് നിർവഹിച്ചു. ഒരു ഡ്രസ്സ് വാങ്ങി, ഒരു ഡ്രസ്സ്. അതെന്താ ചെയ്യാ? എല്ലാ ദിവസവും അത് തന്നെ ഇട്ട് പോകും. അത് അന്ന് അത് അത്ര പ്രയാസമില്ല. ഇപ്പൊ അതെങ്കിലും മുഷിഞ്ഞു നാറിയ വസ്ത്രം സ്വാഭാവികമായിരിക്കും. പിന്നെ അത് ഇങ്ങനെ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ ചെറിയ അതിന്റെ എന്തെങ്കിലും അഴുക്ക് പറ്റിയ സ്ഥലമൊന്ന് ഇതാക്കി അടുപ്പിന്റെ അടുത്ത് കൊണ്ട് ഒക്കെ ഇട്ട് അങ്ങനെ അത് വെച്ചിട്ടാണ് പോവുക. പുസ്തകങ്ങളൊക്കെ ഈ സ്കൂൾ കാലഘട്ടത്തിലെ പുസ്തകങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതിന്റെ ഒരു അവസ്ഥ എന്താ? അത് വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നു? പുസ്തകങ്ങൾ ഞാൻ 10ാം ക്ലാസ് വരെ വില കൊടുത്ത് വാങ്ങിയിട്ടേ ഇല്ല. എന്റെ തൊട്ടടുത്തുള്ള ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും അടുത്ത് ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്ത് VM നാരായണൻ നമ്പീശൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ആ വ്യക്തിയും ആ കുടുംബവും ഞങ്ങളോട് കാണിച്ച സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ എൻ്റെ തൊട്ട് മുതിർന്ന ചന്ദ്രീനെ വിളിക്കുക, ചന്ദ്രിയുടെ പുസ്തകം തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിലാണ്. ആ പുസ്തകം എനിക്ക് തരും. അപ്പൊ അത് കൃത്യമായിട്ട് പിന്നെ കിട്ടുന്നത് കൊണ്ട് ഞാൻ 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്കിന് എന്നെ സംബന്ധിച്ച് നോട്ട് തരുന്നത്, ഞാൻ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരാളാന്നുള്ളത് കൊണ്ട്, എന്നെ അച്ഛനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് പലപ്പോഴും അധ്യാപകർ തന്നെയാണ്. അന്ന് പെൻസിലേ ഉള്ളൂ, പെൻസിലാണ് ഉപയോഗിക്കുന്നത്. പേന ഒക്കെ ഈ 10ാം ക്ലാസ്സിലും മറ്റും ഉപയോഗിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 8ലും 9ലും 10ലും പേന ഉപയോഗിച്ചോ സംശയമുണ്ട്. മറ്റ് പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ അധ്യാപകർ സംഘടിപ്പിച്ച് തരുമായിരുന്നു.
10ാം ക്ലാസ് എത്തുമ്പോഴൊക്കെ നോട്ട് ബുക്ക് കൂടുതൽ വേണം. അത് ഒന്ന് തൊട്ട് കുറച്ചപ്പുറത്തുള്ള ഒരു പിന്നെ നമ്പീശ മാഷ് എന്ന് വിളിക്കാം, KM ഗോവിന്ദ് നമ്പീശൻ എന്ന് പറയുന്നത്. നമ്പീശ മാഷ് പിന്നെ പുസ്തകം തരും, ഈ പൈസ പിന്നെ വാങ്ങിക്കൊള്ളാന്ന് പറയും. 10ാം ക്ലാസ്സിൽ വിജയലക്ഷ്മി ടീച്ചർ എന്ന് പറയും. കണക്കിൽ ഞാൻ വളരെ മുന്നിലായിരുന്നു കണക്ക് പഠിക്കുന്നതിൽ. അപ്പോൾ വിജയലക്ഷ്മി ടീച്ചർ നോട്ടെല്ലാം മേടിച്ചിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഈ 5ാം ക്ലാസ്സിലെത്തി ഹൈസ്കൂളിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും വീട്ടിൽ സ്കൂള് വിട്ട് വീട്ടിലേക്ക് ഓടി വിശന്ന് ചെല്ലുന്ന ഈ 5ാം ക്ലാസ് കഴിയുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു? UP-യിൽ ഭക്ഷണമില്ല. അതൊരു LP വരെ ഭക്ഷണം കിട്ടിയിരുന്നു, വല്ലപ്പോഴും കിട്ടിയിരുന്നു. LP-യിൽ എത്തപ്പോൾ അതും ഇല്ല. അപ്പൊ എന്താ ചെയ്തിരുന്നത്? വെള്ളം കുടിക്കും, പിന്നെ ഈ ആരെങ്കിലും ചില കൂട്ടുകാർ നെല്ലിക്കൊക്കെ എന്തെങ്കിലും തരും, അങ്ങനെ കഴിയും. മിക്കവാറും ദിവസം അങ്ങനെ ഭക്ഷണത്തിന്റെ പ്രശ്നം ഉച്ചക്ക് സാധ്യതകൾ ഇല്ല, വളരെ കുറവാണ്, മിക്കവാറും ഇല്ലായിരുന്നു. ഇല്ല, ഉച്ചഭക്ഷണം ഇല്ലാതെയാണ് ആ കാലഘട്ടത്തിൽ കഴിച്ചിരുന്നത്. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ സ്ഥിതി എന്താണ്? വീട്ടിലെത്തുമ്പോഴും പ്രയാസമാണ്. പക്ഷെ അമ്മ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരുന്നു. ശരിക്കും അന്ന് ഈ പൂള ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത് കപ്പ കിട്ടും. ആ കപ്പ ഇങ്ങനെ വേവിച്ച് വെക്കും. പിന്നെ കറിയെ കുറിച്ച് പറയുന്നില്ല, സ്ഥിരമായിട്ട് ചേമ്പിന്റെ എന്തോ അത് താളും തമരയും അക്കാലത്ത് ഈ ശരിക്കും ഏറ്റവും നല്ല പോഷക സമൃദ്ധമാണത്. പക്ഷെ അക്കാലത്ത് ദാരിദ്ര്യമുണ്ട്. അതെ അതെല്ലാം അത് താള് കറി വെച്ചിട്ട് അത് കഴിക്കും, ധാരാളം കഴിക്കും. പിന്നെ ചക്ക ഉള്ള സമയത്ത് ചക്ക, മാങ്ങ പിന്നെ ഒക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് മാങ്ങയുള്ള സമയത്ത് മാങ്ങ അത് പഴുത്ത് കഴിഞ്ഞത് പിഴിഞ്ഞ് പായിൽ ഒക്കെ തേച്ച് ഉണക്കി എടുത്തിട്ട് മാങ്കാച്ചി ഉണ്ടാക്കും. അത് കുറേശ്ശെ ഉപയോഗിക്കും. അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ആ കാലഘട്ടത്തിലെ സൗഹൃദത്തിൽ ഇപ്പം അച്ഛൻ്റെ കുറെ സുഹൃത്തുക്കളെ പറഞ്ഞല്ലോ, അമ്മയുടെ സുഹൃത്തുക്കൾ ആരായിരുന്നു? അന്ന് കണ്ടില്ലേ ബാല്യക്കാരികൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അമ്മ ജീവിച്ചത് നല്ല സമ്പന്ന ദാരിദ്ര്യമാണെങ്കിലും ബാല്യക്കാരൻ. അമ്മ ജീവിച്ചത് ഈ ഒരുപാട് ചുറ്റിലുമുള്ള ഞങ്ങളെ ഈ നമ്പൂതിരി ഇല്ലത്ത് മാത്രമാണ് അയിത്തമില്ലാതിരുന്നത്. അന്ന് മിക്കവാറും സ്ഥലത്ത് അയിത്തമുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീകളും ഒത്തുകൂടുന്ന ഒരു സ്ഥലമായി ഇത് മാറി. അവർ ചിലപ്പോൾ അവരെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ സാധനങ്ങളുടെ കൊണ്ടുവന്ന് ഇവിടുന്ന് പാചകം ചെയ്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഈ രീതി മറ്റു നമ്പൂതിരിമാർക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കും, വലിയ അസ്വസ്ഥത ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവര് ഞങ്ങളെ വേണ്ടത്ര കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അച്ഛനെ കുറിച്ച് ഇത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇവനെ എടുക്കുന്നത് അത്ര ശരിയല്ല എന്നുള്ള നിലക്ക് അക്കാലത്ത് അച്ഛൻ വിവാഹം കഴിക്കുമ്പോൾ അമ്മ തന്നെ ഭയപ്പെട്ടിരുന്നു. കാരണം അമ്മ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു സാഹചര്യത്തിൽ വളർന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ തന്നെ പേടിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ അത്രയധികം ഭയക്കാൻ കാരണം ഇന്നത്തെ തലമുറയുടെ ഒരു ശ്രദ്ധയിലേക്ക് ഒന്ന് അക്കാലത്ത് വ്യാപകമായി പ്രചരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാല് 2 കുട്ടികളിൽ മുകളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലും, പിന്നെ ഇഞ്ചക്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ പിന്നെ മാത്രമല്ല സ്ത്രീകളെയൊക്കെ പിന്നെ പല രൂപത്തില് അത് പൊതുവായ ഒന്നായി ചിലപ്പോൾ സ്ത്രീ ജീവിക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും പണയപ്പെടും. പിന്നെ പാർട്ടി തീരുമാനിച്ച കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക. അങ്ങനെ അല്ലാതെ അങ്ങനെ ഒരു ലോകം ഉണ്ടാവും. അങ്ങനെ റഷ്യയിൽ അങ്ങനെ ഉണ്ട്, ചൈനയിൽ അങ്ങനെ ഉണ്ട്. ഇതൊരു ഭീകര പ്രസ്ഥാനാണെന്നുള്ള അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതിൽ ഒളിവിൽ അതിന്റെ ഒരു കാരണം 1948 കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിലായപ്പോ, ഒളിവിൽ സ്വതവേ കുറ്റവാളികൾ ഉണ്ടാവുന്നുള്ളു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അറിയാത്ത ഈ പ്രത്യേകിച്ച് സവർണ കുടുംബങ്ങളിൽ ആളുകൾ കരുതിയിരുന്നത് ഇവരൊക്കെ എന്തോ കുഴപ്പക്കാരാണ്. കോടതി വിധിയിൽ തന്നെ പ്രതി കമ്മ്യൂണിസ്റ്റുകാരനും ഭാര്യ വീട്ടിൽ സ്ഥിരം താമസക്കാരനുമാണെന്ന് കോടതി വിധിയിൽ തന്നെ വന്നിട്ടുണ്ട്. അക്കാലത്ത് ഒരു രീതി അതാണ്. അന്ന് ഭാര്യ നിങ്ങളുടെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരില്ലേ? ഞങ്ങൾ നമ്പൂരിമാരെ ഇതിലങ്ങനെയാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഭാര്യ വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവരും മോശക്കാരാണെന്ന് അക്കാലത്ത് ഒരു പൊതു ധാരണയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വിധിന്യായത്തിൽ വരെ അത്തരം കാര്യങ്ങൾ അക്കാലത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഈ അന്തർജനങ്ങൾക്കൊന്നും പുറത്തിറങ്ങാനുള്ള ഒരു അമ്മയ്ക്കൊന്നും പുറത്തിറങ്ങാനേ പറ്റാത്ത, അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ രാത്രി കല്യാണം വലിയ ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോവുക, കൊടയും ചൂടി പോവുക എന്നതിൽ കവിഞ്ഞ് പുറത്തങ്ങനെ സ്വാതന്ത്ര്യം അന്തർജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഋതുമതിയായ പെൺകുട്ടിക്ക് കല്യാണത്തിനും പോകാൻ പറ്റില്ല. ഇല്ല, അവള് പിന്നെ പുറംലോകം കാണുന്നത് അവളുടെ വിവാഹത്തിന് തൊട്ട് മുമ്പ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ഋതുമതി ആവാനായി എന്ന് പറഞ്ഞാൽ പോലും പിന്നെ അമ്മ 3ാം ക്ലാസ്സിൽ വെച്ച് അമ്മയുടെ പഠനം നിർത്തുന്നത് ഋതുമതിയാകാൻ സാധ്യത വരുന്ന ഒരു കാലത്തിന് മുമ്പേ തന്നെ പഠനം നിർത്തുക. തീർത്തും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമൂഹമായിരുന്നു അന്തർജനങ്ങൾ. അത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് സ്ത്രീക്ക് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ധാരണയുണ്ടായിരുന്നില്ല.
ആണുങ്ങളാണ് വീടിനെ ഭരിച്ചിരുന്നത്. ആണുങ്ങൾ പറയുന്നത് കേട്ട് അതുപോലെ അടങ്ങി ഒതുങ്ങി കഴിയുക എന്നാണ്. അടക്കവും ഒതുക്കവുമാണ് അക്കാലത്ത് സ്ത്രീകളുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ 10ാം ക്ലാസ് പൂർണ്ണമായിട്ടും അവിടെ വരെ പഠിച്ചു. 10ാം ക്ലാസ് എങ്ങനെയായിരുന്നു അന്നത്തെ വിജയ ശതമാനമൊക്കെ? അന്ന് ചെറിയ അന്ന് കുറച്ചുപേരെ വിജയിക്കും. ഞാൻ സാമാന്യം കുഴപ്പമില്ലാതെ പഠിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത മാർക്കോട് കൂടി അന്ന് പിന്നെ 2nd ക്ലാസ്സോട് കൂടിയിട്ട് ഞാൻ 8ലും 9ലും ഉള്ള ടെക്സ്റ്റ് കൂടി ചോദിക്കുമെന്ന്. എന്റെ സംബന്ധിച്ചിടത്തോളം പഴയ ടെക്സ്റ്റാ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ അപ്പം ഹോട്ടലിൽ കൊണ്ടുകൊണ്ട് തന്നെ ഈ എണ്ണയും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പം ഉണ്ണിയപ്പം കാരയപ്പം എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അത് പിന്നെ മിക്കവാറും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് 10ാം ക്ലാസ് പഠിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ടാവണം. അല്ലാത്തത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. കണക്കിലൊക്കെ എനിക്ക് ഏകദേശം ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. പക്ഷെ SSLC പരീക്ഷക്ക് അന്ന് 327 മാർക്കാണ്. 400-ലാണോ 500-ൽ? അന്ന് 600 മാർക്കാണ് അന്ന്. പിന്നെ 20%, അത്ര വളരെ 30-32 ഒക്കെ ശതമാനം വരുന്ന സമയത്താണ് 327 മാർക്ക് 2nd ക്ലാസ്സോട് പാസ്സായി. വലിയ പഠനത്തിന്റെ ഇനി ഉപരിപഠനത്തിന് വലിയ സാധ്യത പൈൻ്റെ കോളേജിൽ 1ും 2ും 3ും കൂടി പിൻ ചെയ്തിട്ടാണ് വന്നത്. ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും സ്വീകരിക്കാം എന്ന രീതിയിലാണ്. നമുക്ക് മാധവൻ പുറച്ചേരിയുടെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചൊരു ചെറിയ ഒരു വിവരണങ്ങൾ കൂടി തേടിയ ശേഷം നമുക്ക് അങ്ങോട്ട് കിടക്കാം. പിതാവിൻ്റെ ഒരു സൗഹൃദ വലയം ആരൊക്കെയായിരുന്നു? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും സാംബശിവൻ്റെയൊക്കെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ തലമുതിർന്ന പല നേതാക്കളും CPM-നോടൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളും അത് ആ ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ സമസ്ത കേരളം PO ആണ്. കേരളത്തില് എവിടെ പോയാലും പിന്നെ അച്ഛന്റെ പരിചയമുള്ള ഒരാളെ കണ്ടുമുട്ടാൻ യാതൊരു പ്രയാസവുമില്ല. കേരളീയനെ കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞത്. പിന്നീട് ഉണ്ണിരാജ, അച്യുതമേനോൻ. പ്രീ ഡിഗ്രി പിന്നെ എവിടെയാണ് ചേർന്നത്? പയ്യന്നൂർ കോളേജിലാണ് പ്രീ ഡിഗ്രി ചേരുന്നത്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പാണ്. അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തവരൊക്കെ എഞ്ചിനീയർ എന്നുള്ള സങ്കല്പവും 2nd ഗ്രൂപ്പ് എടുത്തവരൊക്കെ ഡോക്ടർ എന്നുള്ള സങ്കല്പവും ഉള്ളൊരു കാലമാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അംഗീകാരം ഉള്ള കാലമാണ്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് അച്ചാർ വിൽപ്പന തുടങ്ങിയ അനിയന്മാരൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അച്ചാർ വിൽപ്പന തുടങ്ങിയപ്പോൾ ഷിഫ്റ്റാണ് ക്ലാസ്. ഉച്ചക്കാണ് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ ഈ അച്ചാർ എടുത്തിട്ട് പിന്നെ പല സ്ഥലത്തും പോയിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ പോകും. അച്ചാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ധാരാളം അനുഭവങ്ങളുണ്ട്. പിന്നെ അച്ചാർ വിൽക്കാൻ പോയ ആദ്യം ചെയ്യല് അവരോട് ആദ്യം പറയും, ഞാൻ പയ്യന്നൂർ കോളേജിൽ ഫസ്റ്റ് PDC ഫസ്റ്റ് ഗ്രൂപ്പിന് പഠിക്കുകയാണ്. മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അച്ചാറുണ്ടാക്കി വിൽക്കുക ചെയ്യുന്നത്. ഈ ആഴ്ച എടുത്തിട്ട് അടുത്ത ആഴ്ച പൈസ തന്നാൽ മതി. അന്നത്തെ ഒരു വേവലാതിയിലൊക്കെ ഇത് എങ്ങനെയോ പറഞ്ഞു ഒപ്പിക്കുകയും. അപ്പൊ അവര് പലരും പറയാറുണ്ട്, ഒന്നുകൂടി പറഞ്ഞേ മനസ്സിലായിട്ടില്ല. നമ്മൾ അതിവേഗതയിലാണ് പറയുന്നുണ്ടാവുക. ഭയം കാരണം നമ്മളെ വേഷം കൊണ്ടും എല്ലാം വളരെ നിൽക്കുന്നൊരു അവസ്ഥയിൽ ഇത് അവിടെ പോയി ആളുകളുടെ മുന്നിൽ. പക്ഷെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു വലിയ പരിഗണനയുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഉടനെ ആളുകൾ സഹായിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി അച്ചാർ വിൽക്കുകയൊക്കെ ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നമ്പൂതിരി എന്ന ഒരു പ്രൗഢി ഉണ്ടല്ലോ മനസ്സിൽ, ആ പ്രൗഢി വെച്ചിട്ട് ഈ ദാരിദ്ര്യവും പേറി ഈ അച്ചാർ വിൽക്കേണ്ടി വരുന്ന ആ ഒരു ദയനീയമായ അവസ്ഥ നിങ്ങളുണ്ടാക്കിയ മാനസിക വ്യവഹാരം എന്തായിരുന്നു? ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എനിക്കൊരു ഹൃദ്യമായ അല്ലെങ്കിൽ കൗതുകകരമായ ഒരു കൗമാരം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഇതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാല് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു, ഈ വലിയ പ്രൗഢ നമ്പൂതിരി എന്നുള്ള ധാരണ ഉണ്ടായിട്ടേ ഇല്ല. അത് അച്ഛൻ വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരും തുല്യരാണ് എന്ന തോന്നലുള്ളത് കൊണ്ട് ഏറ്റവും അടുത്ത് പലരും ഈ പാർട്ടിയുടെ എല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധം എല്ലാ പാർട്ടിക്കാരും പലപ്പോഴും അച്ഛനൊരു പൂജാരിയായി പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അമ്മയാണല്ലോ ഇതിന്റെ മൊത്തം ഭാരം പലപ്പോഴും വീട്ടിൽ വരുന്നവർക്ക് കുടിക്കാൻ ഒന്നും കൊടുക്കാനില്ലാത്ത സാഹചര്യം അവരെ തന്നെ കൊണ്ടുവരും. ഈ പാർട്ടിയുടെ അവർ പലരും വരുമ്പോ അവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അവലും പഴവും മേടിച്ചിട്ടാ വരിക. അപൂർവം ചിലർ അരിയും മേടിച്ചിട്ടാ വരിക. കാരണം ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളൊരു ചിത്രം കൃത്യമായിട്ട് അവർക്ക് അറിയാം. പാർട്ടിയിലെ പിളർപ്പും അച്ഛന്റെ ഒറ്റപ്പെടലും അച്ഛൻ ആക്രമിക്കപ്പെടും അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? പറഞ്ഞു കേട്ട അനുഭവം. ഓർമ്മയിൽ അച്ഛൻ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്താണ്? ഞാൻ പിന്നെ എൻ്റെ ഓർമ്മയിൽ അച്ഛൻ ഈ CPI-യിൽ വന്നപ്പോൾ ഉള്ള പ്രയാസങ്ങൾ, CPI-യിൽ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ അച്ഛൻ ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള അറിഞ്ഞ ഓർമ്മയുള്ളതൊന്ന്, ഒരു പ്രാവശ്യം അച്ഛനെ പണ്ട് തല്ലിയ ആൾ
അയാൾ വന്നിട്ട് മാപ്പ് ചോദിക്കുന്ന രംഗമായിരുന്നു. അയാൾ വന്നപ്പോൾ അച്ഛനെ അറിഞ്ഞുകൂടല്ലോ, തല്ലിയാൾ അച്ഛനെ അറിഞ്ഞുകൂടാ. അന്ന് അതിന്റെ ഭാഗമായി തല്ലുകൊണ്ടുവന്നല്ലാതെ അച്ഛൻ ആ വ്യക്തിനെ അറിയില്ലല്ലോ. കുഞ്ഞുമംഗലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി ആകുമ്പോൾ അവിടെ സംഘടിതമായി നിന്നിട്ട് ഈ നാട്ടുകാർ തല്ലാൻ തയ്യാറല്ല. അതുകൊണ്ട് അന്ന് ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് എതിർക്കുന്നവരെ തല്ലുക എന്നൊരു കൾച്ചർ അന്ന് ഉണ്ട്. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല എന്നും 48-ലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രശ്നങ്ങൾ അതിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വരെ പ്രഖ്യാപിക്കുകയും, പക്ഷെ ഇപ്പൊ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തുടങ്ങി. അതിനെ കുറിച്ചൊക്കെ താങ്കളുടെ ഒരു ഓർമ്മ, അതെങ്ങനെയാണ് നമ്മൾ അതിനേക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുരുതരമായ പിഴവാണ് അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം PC ജോഷി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് ഇന്ത്യയിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നത്. പ്രസ്ഥാനത്ത് പുറത്താക്കുക ചെയ്തത്. കാരണം പിന്നീട് വന്നു പാർട്ടി, പക്ഷെ പിന്നീട് നേതൃസ്ഥാനത്തിൽ ഇരുന്നില്ല. 48-ലെ കൽക്കത്ത തീസിസ്, BT രണിദേവിയുടെ തീസിസ് വന്നതോടുകൂടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാര് ദേശീയ പ്രസ്ഥാനത്തിന്റെയും ദേശീയ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. ഈ പണ്ട് നമ്പൂതിരിമാര് ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ കുഴപ്പക്കാരാണ്, ഇവരാളെ തട്ടുന്നവരാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് ഒരു ചെറിയ സ്വന്തം പ്രസ്ഥാനത്ത് നിന്ന് പോയവരെ പോലും ആക്രമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ താങ്കൾ, അതിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഔപചാരികമായി പാർട്ടി മെമ്പർഷിപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അത് എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിയുടെ അച്ചടക്കമൊക്കെ ഉണ്ട്. കുറെ കാലം കഴിഞ്ഞ് വന്നതോടുകൂടിയിട്ട് പാർട്ടി ഡിസിപ്ലിൻ പ്രധാനമാവുകയും ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന പലപ്പോഴും പ്രശ്നം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ സംഘടനയുടെ ഭാഗമായിട്ട് അധികം നിന്നിട്ടില്ല. അതിന്റെ അല്ലെങ്കിൽ പോലും പാർട്ടികൾ സ്വാതന്ത്ര്യത്തോടുകൂടി ഇന്ത്യയിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തില്ല എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും എനിക്കുണ്ട്. പക്ഷെ അതേസമയം തന്നെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ പാർട്ടിയുടെ ഇടപെടലിലൂടെയാണ് അടിമകൾ ഉടമകളായി മാറിയ നിരവധി വലിയ വിപ്ലവം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, തീർച്ചയായും കോൺഗ്രസും വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സാധാരണ മനുഷ്യന് നൽകിയ ആത്മവിശ്വാസവും അവനെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഭരണ സംവിധാനം വേണ്ടത് എന്ന അഭിപ്രായവും കേരളത്തിൽ ശക്തിപ്പെട്ടതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. കാരണം അത് EMS ആയാലും അച്യുതമേനോനായാലും ഇവർ ഭരിക്കുമ്പോഴെല്ലാം തന്നെ ഏറ്റവും ജനകീയമായ, കേരളത്തെ അട്ടിമുട്ടി മാറ്റുന്ന ഭൂപരിഷ്കരണ രംഗത്തൊക്കെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടക്കം കുറിച്ചു. പിന്നീട് വന്ന് അച്യുതമേനോൻ ഗവൺമെന്റ് വളരെ ഗംഭീരമായ രീതിയിൽ ടി വി തോമസിന്റെ ശ്രമഫലമായിട്ടുള്ള അതെല്ലാം ഓർമ്മയിലുണ്ട്. ഈ പ്രീ ഡിഗ്രി എവിടെയാണ് ശരിക്കും പൂർത്തിയാക്കിയത്? എന്റെ കോളേജിൽ തന്നെ പ്രീ ഡിഗ്രി. നന്നായി തോറ്റു. കാരണം ഞാൻ അച്ചാർ വിൽപ്പനയുമായി പിന്നെ കൗമാരത്തിന്റെ അന്തരീക്ഷത്തിലാണ് വലിയ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഒന്ന് പിന്നെ മറ്റുള്ളവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വലിയ അന്തരം, പിന്നെ അപമാനിക്കപ്പെടുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് അച്ചാർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിലാണ് MK രാഘവേട്ടനാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. ഞാൻ അച്ചാർ വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ട് അയാളുടെ കയ്യിലെ റൂളർ പോലുള്ള വടിയെടുത്തിട്ട് എൻ്റെ താടി ഇങ്ങനെ ഉയർത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പേരോർമ്മയില്ല. പോലീസ് സ്റ്റേഷനിൽ പേര് അഥവാ ഓർമ്മയുണ്ടെങ്കിൽ പോലും അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പോലീസ് സ്റ്റേഷനിലാണോ പിന്നെ അച്ചാർ വിൽപ്പന, തീക്കട്ടയിലാണോ ഉറുമ്പരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് മാറി നിർത്തി. അത് അധികാരത്തിന്റെ ഒരു ചിഹ്നം കൂടിയാണ്. അപ്പൊ അവിടെ പെട്ട കുറെ സമയം അവിടെ നിന്നപ്പോ എന്റെ അച്ചാറിന്റെ കെട്ടുണ്ടായിരുന്നു, അതവിടെ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി പോകുമ്പം തലശ്ശേരി ചൂതാട്ട കേസുമായി ബന്ധപ്പെട്ട് MK രാഘവൻ എന്ന് പറയുന്നത് ഇന്ന് കോഴിക്കോട് MP രാഘവേട്ടൻ അവിടെ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് കോടതി. അതെ, PWD ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള. അപ്പൊ എനിക്ക് കരഞ്ഞിട്ടൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ അയൽവാസിയായിരുന്നല്ലോ, ഞങ്ങൾ ഇവിടെ നാട്ടുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ പെട്ടെന്ന് അറിയാവുന്നത് കരയാനാണ് അറിയാം. എൻ്റെ കരഞ്ഞ് നിൽക്കുന്നതിനെ കണ്ടപ്പോൾ എങ്ങനെയൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് അവിടെ തന്നെ പോവുകയും വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ CI എൻ്റെ അടുത്ത് വന്നിട്ട്, അതിനു മുമ്പ് അയാൾ തെറിയൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോടായിട്ട് ഇണങ്ങാൻ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ
പക്ഷെ പിന്നീട് പറഞ്ഞു ഈ തൊഴിലിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞത് മാത്രമാണ്. ഇനി ഇവിടെ എപ്പോൾ വേണമെങ്കിലും അച്ചാർ വിൽക്കാം. ഏത് പോലീസുകാരന് കൊടുക്കുമ്പോഴാണ് പോലീസുകാരൻ്റെ നമ്പർ നോട്ട് ചെയ്യണം. റൈറ്ററോട് പറഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. റൈറ്റർ ആ പൈസ തിരിച്ചു വാങ്ങുന്ന കാര്യം ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ വളരെ അടുത്ത സൗഹൃദം അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഹക്കീം ബത്തേരി പോലുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ CI ആയ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന പ്രശസ്തി ആർജിച്ചതെന്ന് പറയേണ്ടി വരും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചാണ്. പക്ഷെ എന്നോട് കാണിച്ചത് ഏറ്റവും നല്ല സ്നേഹത്തോടെയുള്ളതായിരുന്നു. അവിടെ രാവിലെ അവിടെ എത്തും. എനിക്ക് ഉച്ച ക്ലാസ്സിന് വരേണ്ടതുകൊണ്ട് ഞാൻ ഒരു 7 മണിയാകുമ്പോൾ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുഴുവൻ ഇങ്ങനെ അർദ്ധ നഗ്നരായിട്ട് പുള്ളികൾ പല പ്രതികൾ ഒക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ടാവും. അവരോട് അദ്ദേഹം പറയും, കളവല്ല വേണ്ടത്, ജോലി ചെയ്ത് പഠിച്ചിട്ടൊരു കുട്ടി വന്നിട്ടതാ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എൻ്റെ അച്ചാറെല്ലാം വിൽക്കുകയും ചെയ്യും. ഇനി വ്യാഴാഴ്ച വരണം, വ്യാഴാഴ്ച SI-മാരുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ SI-ൻ്റെ പേര് വിളിച്ച് കുഞ്ഞിപ്പുള്ള ഭാഷയിൽ ഹക്കീം ബത്തേരി പറയും, ബാലസ്ന ഒരു കുപ്പി അച്ചാർ. അപ്പോൾ അദ്ദേഹം എടുത്തു. ഇനി എത്ര കുപ്പി അച്ചാറാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ അദ്ദേഹം പിന്നെ അവിടെ പരാതി കൊടുക്കാൻ വേണ്ടി വന്നവരിൽ ചേട്ടനെ വിളിക്കും, അച്ചാർ എടുക്കുക, കുട്ടി കോളേജിൽ പോകേണ്ടതാണ്, ഉച്ചക്ക് കോളേജിൽ പോകണം, അച്ചാർ എടുക്കുന്നുള്ളതാണ്. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പേര് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള കുറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഒരു വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എന്നെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്നോട് കാണിച്ച ഒരു മമതയും ഒരു സൗഹൃദവും മാത്രമല്ല, എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് മാത്രം റൈറ്ററെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹമാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള മറ്റു പല പരാതികളും എനിക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ അതെ 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 പക്ഷേ നമ്മളിപ്പോ രാഷ്ട്രീയമായിട്ടല്ലല്ലോ ആളുകളെ. ചില അനുഭവങ്ങളിൽ ഈ ഹക്കീം ബത്തേരി എന്ന് പറയുന്ന വ്യക്തിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം വിവരിക്കാനാവാത്ത സാന്ത്വനം തന്ന ഒരാളാണ്. പിന്നെ താങ്കൾ ഈ പ്രീ ഡിഗ്രി അങ്ങനെ തോറ്റു, അതിനുശേഷം പിന്നെ എങ്ങനെയാണ് പഠനം മുന്നോട്ട് പോയത്? പിന്നീട് ഞാൻ പഠനം ആലോചിച്ചേ ഇല്ല. പിന്നീട് അനിയന്മാരൊക്കെ പഠിക്കുകയാണ്. അനിയന്മാരും സഹായിക്കും. ഞാൻ ഒറ്റക്കല്ല, അച്ചാർ വിൽക്കാനൊക്കെ അവരവിടെ ഏഴോട് കൊണ്ടുവെക്കും, ഞാനും പോയി വിൽക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇത് ദാരിദ്ര്യം നൽകുന്ന ഒരു ഭയങ്കര. എൻ്റെ അനിയൻ പരമേശ്വരൻ, അപ്പോൾ അവൻ പിന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്തായാലും ഇത് ഏഴോട് വരെ നടന്നിട്ടില്ലെന്ന് കൊണ്ടുപോകേണ്ടത്. ഹോർലിക്സിന്റെ പഴയ കുപ്പി വാങ്ങി കഴുകി അതിൽ അച്ചാർ പിന്നെ വൃത്തിയാക്കി ഉണക്കാൻ വെച്ച്, ഇല്ലെങ്കിൽ പുഴു വരും, അങ്ങനെ തോർത്തി അച്ചാർ ആക്കിയിട്ടുണ്ട്. അത് രാത്രി ചെയ്യണം. എന്നിട്ട് രാവിലെ ഇവിടെ ഏഴോടെത്തിക്കുന്നത് ഞാനും അനിയനും അച്ഛനും അവസാന കാലത്ത് സഹായിക്കാൻ കൂടിയിരുന്നു. ഡിഗ്രി പഠനം പിന്നെ കുറെ കാലത്തിന് ശേഷം. ഞാൻ പ്രീ ഡിഗ്രി പിന്നീട് വളരെ വൈകിട്ടാണ് പിന്നെ പൂർത്തിയാക്കുന്നത്. ഞാൻ പിന്നെ എല്ലാം പ്രൈവറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളം ഡിഗ്രി എടുത്തു. അത് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവും ചെയ്തു. ഞാൻ കോളേജ് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. പിന്നീട് ഞാൻ ബി എഡ് കുറെ കാലത്തിന് ശേഷമാണ്. ഞാൻ പത്രപ്രവർത്തകനായി കുറച്ചു കാലം കോഴിക്കോട് ജനയുഗത്തിൽ വർക്ക് ചെയ്തു. പാർട്ടി എന്ന് ആവശ്യപ്പെട്ട അച്ഛനോടുള്ള ആവശ്യപ്പെട്ടു. എടുത്ത ദാരിദ്ര്യം തന്നെയുള്ള ഒരു പത്രമായിരുന്നു ജനയുഗം. 150 രൂപയാണ് ശമ്പളം. അത് കൃത്യമായി തരാൻ പ്രയാസവുമാണ്. അധ്യാപനത്തെ ജോലി സർക്കാർ ജോലിയിലേക്ക് എയ്ഡഡ് സ്കൂളിലെ ജോലി 94-ലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. താങ്കളെ ഞങ്ങൾ തേടി എത്തിയത് എഴുത്തിൻ്റെ ലോകത്തെ ഒരാൾ എന്നുള്ള നിലക്കാണ്. പക്ഷേ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഏറ്റവും അവസാനമാണ് എഴുത്തിലേക്ക് കടന്നു വരുന്നത്. എപ്പോഴാണ് ആദ്യ വരികൾ കുറിച്ചത്? അതിന് തുടക്കം എപ്പോഴായിരുന്നു? ഈ ദാരിദ്ര്യം, അപമാനം, അതിനെ മറികടക്കാനുള്ള വഴികളിൽ ഒന്നായിട്ടാണ് സ്വാഭാവികമായിട്ടും എഴുത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അപമാനം കിട്ടുന്നത് കൊണ്ട് അതിന് മറുവശത്തുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ അക്ഷരം ശക്തിയാവുമെന്നൊരു ധാരണ. ചെറുപ്പത്തിലെ അച്ഛൻ നല്ല വായനക്കാരനാണ്. 5ാം ക്ലാസ് ആകുമ്പോൾ ഞാനും കുഴപ്പമില്ലാത്തൊരു വായനക്കാരനാണ്. അമ്മ വായിക്കും. പോറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും സഹായിച്ച മറ്റൊരു ഇല്ലം പോറ്റില്ല ഉണ്ട്, അഡ്വക്കേറ്റ് ഈശ്വരൻ നമ്പൂതിരി എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ദാരിദ്ര്യം അനുഭവിച്ച് പഠിച്ച ആളാണ്. അവിടുന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കൊണ്ടുവന്ന് വായിക്കും, അമ്മയും വായിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഈ എഴുത്തുകാരനാവുക എന്നുള്ളതാണ് ഇതിലൊരു മറുപടി എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും അക്കാലത്തുണ്ടായിരുന്നു. അങ്ങനെ എഴുതാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ 5ാം ക്ലാസ് തൊട്ട് തന്നെ ആ സമയത്ത് തന്നെ എന്തെങ്കിലും എഴുതി വെക്കുകയായിരുന്നു. എന്തെങ്കിലും എഴുതും. ആദ്യം എഴുതിയത് എന്താണ് ഓർമ്മയുണ്ടോ? കവിത തന്നെ എഴുതിയിരുന്നത്. കവിതാ പാട്ടൊക്കെ എഴുതും. അക്കാലത്ത് അച്ഛന്റെ നവൈകം മാസിക വരും. നവൈകം മാസികയല്ല, വാരികയാണ്. നവൈകം വരുമ്പോ അതിന്റെ റാപ്പർ ഒട്ടിച്ച ഇതുണ്ടാവും. അതിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അന്ന് കടലാസൊക്കെ അത്ര എളുപ്പമല്ല കിട്ടല്. അത് പെൻസിലോണ്ട് അതിലിങ്ങനെ എഴുതി വെക്കും. പിന്നെ ഇങ്ങനെ പാടും.
പിന്നെ കവിത ഇങ്ങനെ സ്വയം നിർമ്മിച്ചിട്ട് ഇങ്ങനെ പാടും. സ്കൂളിലും കോളേജിലൊക്കെ കവിതാ പാരായണം അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു? മത്സരിച്ചിട്ട് എനിക്ക് പിന്നീട് സമ്മാനം കിട്ടിയ കുറവാണ്. അവാർഡുകൾ വളരെ വൈകിട്ട് ചിലതൊക്കെ കിട്ടിയെന്നേ ഉള്ളൂ. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂളിൽ നെഹ്റു യുവ കേന്ദ്രം സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയ കവിതാ മത്സരത്തിൽ കഥയിലും കവിതയിലും എനിക്ക് ഫസ്റ്റ്. അന്ന് വലിയ അത്ഭുതമാണ്. കാരണം നെഹ്റു യുവ കേന്ദ്രം അന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമാണ്. ക്ലാസ്സിൽ നോട്ടീസ് വായിക്കുകയെന്ന് വി മാധവൻ നമ്പൂതിരി വി ഒന്നാം സ്ഥാനം. സാധാരണ നാളെ അവധിയാണെന്നൊക്കെ പറയാനാണ് ഈ പ്യൂണ് വരിക. ഇത് എൻ്റെ മലയാള അധ്യാപകൻ KU നാരായണൻ മാഷുണ്ട്. അദ്ദേഹം വന്നിട്ട് ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനുണ്ട് പറഞ്ഞപ്പോൾ കുട്ടികൾ കരുതിയത് നാളെ വിദ്യാലയത്തിന് അവധിയാണ്. പറഞ്ഞു ഇങ്ങനെ നെഹ്റു യുവ കേന്ദ്രം നടത്തിയ മത്സരത്തിൽ കവിത അതെന്താണെന്ന് പോലും കുട്ടികളിൽ ഭൂരിപക്ഷം ആൾക്കും അറിഞ്ഞുകൂടാ. ഫസ്റ്റ് പിന്നെ കിട്ടിയത് നമ്മള് അതെ 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 എന്റെയും അഭിനന്ദനങ്ങൾ എന്ന് മാഷ് പറഞ്ഞു. എപ്പോഴാണ് ആദ്യ ഈ ഒരു കവിതാ സമാഹാരം ഇറങ്ങുന്നത്? അത് 93-ലാണ്. എന്റെ കവിത പ്രസിദ്ധീകരിക്കുന്നത് 80 പയ്യന്നൂർ കോളേജ് മാഗസിനിലാണ്. ആദ്യത്തെ കവിത വ്യർത്ഥം കവിത. ഒന്നും ജീവിതത്തിൽ വലിയ പ്രതീക്ഷിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഒന്നുമില്ല, അത് ഓർമ്മയിലില്ല. അത് ഞാൻ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഓർമ്മയില്ല. ഇല്ല അത് പ്രസിദ്ധീകരിച്ചപ്പോ എന്റെ അധ്യാപകനുണ്ട് പ്രൊഫസർ മേലത്തെ ചന്ദ്രശേഖരൻ എന്നെ മലയാളം ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിപ്പിച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട്, പൊതുവെ വൈകാരികത അധികം പ്രകടിപ്പിക്കാത്തൊരു അധ്യാപകനാണ്. മാധവന് ആവശ്യമുണ്ടാവും. ഒരിക്കൽ പോലും പിന്നെ ഈ അങ്ങനെ ജീവിതം അർത്ഥമില്ലാന്ന് തോന്നാൻ പാടില്ല. ജീവിതം വളരെ വില പിടിച്ച ജീവിതം അർത്ഥമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, ശക്തിപ്പെട്ടിരുന്നു. എപ്പോഴാണ് ജീവിതം അർത്ഥമുണ്ട് എന്നൊരു ബോധം മനസ്സിലേക്ക് കടന്നു വന്നത്? കാരണം ഈ ദാരിദ്ര്യം, അവഗണന, അവഹേളനം, പട്ടിണി എല്ലാം കൊണ്ടും ഇങ്ങനെ, പിന്നെ ഈ ഒറ്റപ്പെടൽ, പ്രസ്ഥാന ഉള്ള ഒറ്റപ്പെടൽ, ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുനാളം ഇതിനൊക്കെ അപ്പുറം ഒരു ജീവിതമുണ്ട്, ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്ന് താങ്കളുടെ മനസ്സിൽ തോന്നിയത് ഏത് നിമിഷമാണ്, എപ്പോഴാണ്? ഞാൻ 81-ലാണെന്ന് തോന്നുന്നു പയ്യന്നൂർ തന്നെ ലോഹ്യ വിചാരവേദി, അതെ ലോഹ്യ വിചാരവേദി അതെ അതെ ആ പീഡികയുടെ അറ്റത്ത് അവിടെ അവര് ഒരു അനുസ്മരണവും കവിസമ്മേളനവും ഉണ്ടായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി കോളേജില് പഠിക്കുന്ന എന്നെ ആ കവിസമ്മേളനത്തിൽ പിന്നെ അതിൽ വിളിച്ചു. മേലത്തെ മാഷ് പറഞ്ഞിട്ട് ഞാൻ പോയി കവിത വായിച്ചു. അന്ന് കവിതക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ആളുകൾ സംശയം MRC മാഷൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തില് കവിത അവതരിപ്പിച്ചു, മാധവൻ നമ്പൂതിരി വി കവിത അവതരിപ്പിച്ചു എന്നുള്ളത് ഈ പത്രം അച്ചടിച്ചു വന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച VM നാരായണൻ നമ്പീശൻ മാഷ്ട വീട്ടിലെ പത്രം വരുന്നത് ആരെന്ന് വായിക്കുകയാണ്. അപ്പം ഇന്നലെ പയ്യന്നൂർ കവി സമ്മേളനത്തിൽ കവിത വായിച്ചവരിൽ പിന്നെ ഡോക്ടർ എഴുമംഗലം കരുണാകരൻ, പിന്നെ KV ശേഖര പൊതുവാള്, ഇങ്ങനെയൊക്കെ പേര് പറയുന്നതിന് കൂട്ടത്തിൽ മാധവൻ നമ്പൂതിരി വി കൂടി കവിത അവതരിപ്പിച്ചു എന്നുള്ള എൻ്റെ പേരും ഈ പത്രത്തിലൊക്കെ അച്ചടിക്കപ്പെടുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം വലിയ ആഹ്ലാദം ഉണ്ടായിരുന്നു. അതാണ് ജീവിതത്തിലുണ്ടായ വലിയ എഴുത്തിലൂടെ ചിലതിനെ മറികടക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ശക്തിപ്പെടാനുള്ള ഒരു കാരണം. ആദ്യത്തെ ഈ കവിതാ സമാഹാരം, ഈ കവിതകൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ ചൊല്ലുകയൊക്കെ ചെയ്യുമെങ്കിൽ ഇതൊരു കവിതാ സമാഹാരമായി ഇറക്കാനുള്ള ഒരു ബോധതലത്തിലേക്ക് എങ്ങനെ വന്നു? ഇത് ഞാൻ മലയാളത്തില് ഇപ്പൊ ഈ പുസ്തകം വരുന്നതിന് മുമ്പേ മാതൃഭൂമിയിലൊക്കെ എഴുതി, കവിത എഴുതി. അന്ന് കുഞ്ഞുണ്ണി മാഷാണ് മാതൃഭൂമിയിലെ ബാലഭക്തി കൈകാര്യം ചെയ്യുന്നത്. മാഷിങ്ങനെ ഞാൻ പിന്നീട് പിന്നെ ആദ്യം ഈ കത്തിലൂടെയുള്ള സൗഹൃദമാണ്. കുഞ്ഞുണ്ണി മാഷായിട്ട് സൗഹൃദം വന്നാൽ പിന്നെ ജീവിതം നല്ല രസമുള്ളതായി മാറി. അതെ അതെ. പക്ഷേ മാഷ് നമുക്ക് അപ്രാപ്യനല്ലേ. മാഷ് കോഴിക്കോട് താമസിക്കുന്നു. അപ്പൊ ഞാനിവിടുന്ന് പിന്നെ കവിത അയക്കുന്നു. അക്കാലത്ത് പിന്നെ കൗമാര അന്തരീക്ഷമാണ്, ഒരു പിടികിട്ടാത്ത പ്രണയം, ഇങ്ങനെ ആകെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ ഇടക്കിടക്ക് പ്രണയ കവിത എഴുതി അയക്കുമ്പോൾ കവിതയിൽ മാത്രമാണോ സ്വന്തമായിട്ട് പ്രണയം? അല്ല, സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ എന്നുള്ളത് വളരെ ഒരു 3 മീറ്റർ ദൂരത്തുനിന്നുള്ള പ്രണയമാണെങ്കിൽ പോലും മനുഷ്യ മനസ്സിനെ ഏറ്റവും ആശ്വസിപ്പിച്ചിരുന്നത് പ്രണയം തന്നെയാണ്. അതാരായിരുന്നു അന്നത്തെ പ്രണയം? അങ്ങനെ ധാരാളം അക്കാലത്തുള്ള പല കുട്ടികൾ നമ്മൾ കണ്ട് ഒന്നിച്ച് പഠിച്ച പല കുട്ടികളെയും മാറി മാറി അങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവും. ഇല്ല, അക്കാലത്തൊന്നും സാധ്യമല്ല. നമ്മൾ ഉദ്ദേശിക്കും പോലെ ഇന്നത്തെ കാലമല്ല, എളുപ്പമല്ല. അപ്പൊ മനസ്സിലിങ്ങനെ പലതും സങ്കല്പിച്ചിട്ടുണ്ടാവാം, എഴുതിയിട്ട് അപ്പോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെയല്ല, വളരെ ഇതായിട്ട് എഴുതിയാൽ മതി, ഇങ്ങനെ ഒന്നെ എഴുതിക്കൊണ്ടിരുന്നു, ഇവിടെ മാറണം. എന്നിട്ട് മാഷ് എനിക്കൊരു കാർഡിൽ മാഷ് എഴുതുന്നുണ്ട്,
ചൊക്ലിയിൽ പണ്ടൊരാൾ ഉണ്ടായിരുന്നു, അയാൾക്കൊട്ടുമേ ഇക്കിളിയില്ലായിരുന്നു, എന്നിട്ടും മക്കളുണ്ടായിരുന്നു, മക്കളുണ്ടാവാൻ ഇത്ര ഇക്കിളി വേണ്ട. ഇങ്ങനെ വൈകാരികമായിട്ട് എഴുതിക്കൂടാ, ആലോചിച്ച് സാവകാശത്തിൽ എഴുതേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്തി. മാഷ് വളരെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങള് മരിച്ചിട്ട് ഞാനൊരു കവിത എഴുതിയിട്ട് ഞാൻ കാഞ്ഞങ്ങാട് വെച്ച് കവിത ചൊല്ലി. കവിത ചൊല്ലിയപ്പോൾ മാഷ് പറഞ്ഞു, ഇത് നല്ല കവിതയാണ്, മാതൃഭൂമിയുടെ വലിയവരുടെ പങ്ക്തികളിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ബാലപങ്ക്തിയെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനന്ന് ബാലനല്ല, കുറച്ചുകൂടി. അപ്പോൾ മാഷ് ഉടനെ ഞാൻ വന്നില്ല. അപ്പോൾ ഞാൻ ബാലപങ്ക്തിക്ക് അയച്ചു. ബാലപങ്ക്തിയിൽ അന്ന് ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട്, ബാലപങ്ക്തിയിൽ സാധാരണ കൊടുക്കുന്ന രീതിയിലല്ല, സ്മൃതിയിലൊരു ഇത് വന്ന് അതാണ് ആദ്യം വരുന്നത്. ആ കവിത വന്ന് അത് മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നു. അച്ചടിച്ചു വന്നപ്പോൾ ഉണ്ടായത് വലിയ ഇതാണ്. കാരണം മാതൃഭൂമി വാരികയിൽ ഒരു കവിത അച്ചടിച്ചു വരിക എന്ന് എളുപ്പമല്ല. ആ കാലഘട്ടത്തിൽ 87 കാലത്താണ് വന്നത്. അത് പിന്നീട് ഞാൻ 89 മാതൃഭൂമി തന്നെ എഴുതി. കക്കാടിന്റെ ഒരു കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് 93 92 തൊട്ട് ഞാൻ പേരളക്കുള അധ്യാപകനായി. അപ്പൊ അവിടെ പുസ്തകം ഇറക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായി. അന്ന് പയ്യന്നൂര് നയന ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നെ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുമ്പോഴും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ നേരത്തെ മാഷ് എന്റെ അധ്യാപകൻ മാഷ് ഒരു കുറിപ്പ് എഴുതി, അവതാരിക എഴുതി, സുഗതമായിട്ട് ഒരു കത്ത് എഴുതി. ഞാൻ ഇങ്ങനെ ഞാൻ മാതൃഭൂമിയിലക്കാലത്ത് എഴുതുന്നതുകൊണ്ട് ടീച്ചർക്ക് എന്നെ അറിയാം, പേരറിയാം. അന്ന് കവിത അത്രേ വരുന്നുള്ളൂ, അതുകൊണ്ട് ആളുകൾക്ക് അറിയാം. എന്നെ ഇങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ടീച്ചറെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇല്ലെങ്കിൽ ടീച്ചർക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക, ഇല്ലെങ്കിൽ ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് കരുതിയാൽ മതി. ടീച്ചർ കത്തയച്ചു, ഞാൻ വരുന്നതാണ്. ഈ കത്ത് TP പത്മനാഭ മാഷെ, സീക്കിന്റെ പത്മനാഭ മാഷെ കൊണ്ട് കാണിക്കും. ഞാനവിടെ വരുമെന്ന് പറഞ്ഞു, ഈ ഡേറ്റിന് വരുമെന്ന് പറഞ്ഞു. ടീച്ചർ വന്ന് അതിഗംഭീരമായ രീതിയിൽ, അക്കാലത്ത് കേരളത്തിലെ പയ്യന്നൂർ BMLP സ്കൂളിലാണ്. അതിനും പൈസയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അന്ന് പേരക്കുളയിൽ പോകുന്നതുകൊണ്ട് ചെറിയ വരുമാനമുണ്ട്. അപ്പോൾ പ്രയാസമാണ്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. കാരണം ടീച്ചറെ ചെലവിൽ വന്നു. അതിൻ്റെ അന്ന് മരിച്ചുപോയ ഒരു ശേഖരൻ മാഷ, അതിൻ്റെ HM, അദ്ദേഹം ആ പൈസ അയാളടക്കം മറ്റു ചെയ്തു. TP സുകുമാരൻ മാഷ് മറ്റു ചെലവുകൾ, TP സുകുമാരൻ മാഷ് മറ്റു ചെലവുകൾ വഹിച്ചു. എല്ലാവരും ചേർന്ന് ആത്മബന്ധം ഉണ്ടായിരുന്ന ആരായിട്ടാണ്? മേലത്ത് മാഷും TP സുകുമാരൻ മാഷും. ഇദ്ദേഹത്തെ പോലെ വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ബേപ്പു സുൽത്താൻ അത്തരം ആളുകളിലേക്കൊക്കെ പോയിരുന്നു. സുഗതകുമാരി ടീച്ചറാണ് വലിയ കേരളത്തിലെ എന്നെ സംബന്ധിച്ച് എഴുത്തിനെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. TP സുകുമാരൻ മാഷും മേലത്ത് മാഷുമാണ് ഒപ്പം ചേർത്ത് പിടിച്ചിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. സുകുമാരൻ മാഷൊക്കെ പ്രത്യേകിച്ച്, മേലത്ത് മാഷൊക്കെ എന്ന് പറഞ്ഞാല് അത്ര മതവൻ തളരരുത് എന്നുള്ളത്. ഈ സംഘടന. അപ്പം ഈ പഠനം കഴിഞ്ഞു ജോലി കിട്ടുന്നത് എപ്പോഴാണ് ശരിക്കും? ഞാൻ ജനീകത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തു. തിരിച്ചു വന്ന് പേരല കോളേജിൽ ജോലി ചെയ്തു. പേരല കോളേജിൽ ജോലി വളരെ ആസ്വദിച്ച് ജോലി ചെയ്തൊരു സംഭവമാണ്. കുട്ടികളും വളരെ ഇതാണ്. ഞാനാണെങ്കിൽ വായനയുടെ ഒരു ലഹരിയിലായിരുന്നു. എത്ര കവിതകൾ മൊത്തം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? 300-ലധികം വന്നിട്ടുണ്ടാവും. കൃത്യമായ കവിതാ സമാഹാരങ്ങൾ മൊത്തം എത്ര ഇറങ്ങിയിട്ടുണ്ടാവും? 9 കവിതാ സമാഹാരം പുറത്തു വന്നു. പുതിയ കവിതാ സമാഹാരത്തിന്റെ കവിതകൾ. ഓർമ്മക്കുറിപ്പുകൾ എത്രയുണ്ട്? 2 പുസ്തകമാണ്. ഒന്ന് കുചേല സദ്ഗതിയും കാറൽ മാർക്സും എഴുതിയ പല പ്രാവശ്യം എഴുതിയ, പല തവണയായിട്ട് എഴുതിയ ചെറിയ കുറിപ്പുകളാണ്. ഈ അമ്മയെ കുറിച്ച് അങ്ങനെ എഴുതാനൊരു പ്രചോദനം അമ്മ അച്ഛനെ മുൻനിർത്തി എഴുതുമ്പോൾ ഒരുപാട് പ്രയാസമുള്ളത്. അച്ഛന് അത്ര രീതിയിൽ അച്ഛൻ്റെ ഓർമ്മകൾ എനിക്ക് 94 അച്ഛൻ മരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇത് പ്രാധാന്യം അറിഞ്ഞുകൂടാ. ഈ ഓർമ്മകൾ വലിയ വിലപിടിപ്പുള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അന്ന് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുമില്ല. പക്ഷെ പിന്നെയാണ് ഞാൻ ഈ ഓർമ്മകൾ വേണമായിരുന്നുള്ളൂ. അപ്പൊ അമ്മക്ക് ഓർമ്മകളുണ്ട്. അമ്മയുടെ ഓർമ്മകളെ പ്രത്യേകിച്ച് അക്കാലത്തെ 1940-ലെ മലബാറിലെ നമ്പൂതിരി പെൺകുട്ടിയുടെ ജീവിതം ആവിഷ്കരിക്കപ്പെട്ടിട്ടേ ഇല്ല. ഏകദേശം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പൂതിരിമാരുടെ ജീവിതം എവിടെയും വന്നിട്ട്. കാരണം ഈ നമ്പൂതിരി ഇല്ലം അന്തർജനം എന്നൊക്കെ പറഞ്ഞ റേഞ്ച് വേറെയാണല്ലോ അങ്ങനെ. പക്ഷെ സത്യത്തിൽ ഏത് ദളിത് ജീവിതത്തെക്കാളും ദയനീയമാണ്, കഷ്ടമാണ് നമ്പൂതിരി. കാരണം ഈ ഒരു സ്ത്രീയോട് ഒരു സമൂഹം ഒരു കാലത്തും ലോകത്തൊരിടത്തും പെരുമാറാത്ത അത്രയും മോശമായ രീതിയിൽ സ്ത്രീയോട് പെരുമാറിയത് നമ്പൂതിരിമാരാണ്. അതുകൊണ്ട് അത് ആവിഷ്കരിക്കണം തോന്നി. പ്രത്യേകിച്ച് മലബാറിലേക്ക് ആവിഷ്കരിച്ചിട്ടില്ല എന്ന് തോന്നി.
അങ്ങനെ അമ്മയോട് ചോദിച്ച സംസാരം തുടങ്ങി. അതിൽ അച്ഛൻ സ്വാഭാവികമായിട്ട് അച്ഛൻ വരും. അച്ഛൻ വന്നു എന്നേ അച്ഛനെ കുറിച്ചുള്ളത് എഴുതാൻ പറ്റിയിട്ടില്ല, പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. മാധവന് എപ്പോഴെങ്കിലും നമ്പൂതിരി പദം എടുത്ത് വീണ്ടും ചാർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം പല നമ്പൂതിരിമാരും പ്രഗത്ഭരാണ്. EMS നമ്പൂതിരി മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വരെ, അല്ലെങ്കിൽ ഭവദാസൻ നമ്പൂതിരി ഉൾപ്പെടെ അങ്ങനെ കുറേ നമ്പൂതിരിമാർ നമ്മുടെ അതിപ്രശസ്തരായിട്ടുള്ള ആളുകൾ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പൊ ഈ നമ്പൂതിരിമാരൊക്കെ പല പേരിന്റെയും മുന്നിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആദ്യതും എനിക്കും അത് ഉപേക്ഷിക്കണ്ടായിരുന്നു എന്നെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ നമ്പൂതിരി എന്നുള്ള പേര് മാറ്റിയത് കൊണ്ട് കിട്ടിയ അനന്തമായ സൗഹൃദത്തിൽ ആനന്ദിക്കുന്ന ഒരാളാണ്. അതില് ഞാൻ എന്റെ ഉള്ളിലും ഒരു ചീഞ്ഞ നമ്പൂതിരിയൊക്കെ ഉണ്ടാവും. ഞാൻ അതിന്റെ ഭക്ഷണം ചീഞ്ഞ സാധനമാണെന്ന് തോന്നാൻ അങ്ങനെയല്ല, നമ്പൂതിരിത്വത്തിലെ ചീത്തത്തരുണ്ടായിരുന്നു. കാരണം ഈ നിങ്ങൾക്ക് ഏറ്റവും മോശപ്പെട്ട ചീത്തത്തരായിട്ട് തോന്നിയത് നമ്പൂതിരിത്വത്തിൽ ഏതാണ്? ഒന്ന്, മറ്റുള്ളവരെ തുല്യരായി കാണാത്ത ഒരു സമൂഹമായിരുന്നു നമ്പൂതിരിമാരുടെ. അവര് ജന്മം കൊണ്ട് ശ്രേഷ്ഠതയുള്ളതാണെന്ന് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിച്ചിരുന്നു. ഒരു കാലത്ത് അത് നിയമം തന്നെയായിരുന്നു. അപ്പൊ അത് മോശമാണ്. അത് ഒരു അപമാനം, മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മറ്റു മനുഷ്യരെ തുല്യരായി കണ്ടതുകൊണ്ട് കിട്ടിയ സൗഹൃദവും സ്നേഹവും രാഷ്ട്രീയവുമാണ് എൻ്റെ താങ്കളെ തേടി എത്തിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കാര്യമായിട്ട് എഴുത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പുരസ്കാരം കിട്ടിയിട്ടേയില്ല. പിന്നെ ഞാൻ എൻ്റെ പുസ്തകമൊക്കെ വന്നിട്ട് ആ സമയത്ത് തന്നെയുള്ള പല കാരണങ്ങളാൽ, കാരണം ചിലപ്പോൾ പിന്നെ ഉള്ള വിമർശനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അനുയായി ആവുക എത്ര പ്രയാസം എന്നുള്ളൊരു കവിത പെയിൻ കില്ലറിലുണ്ടായിരുന്നു. അത് ഇടതുപക്ഷ വിമർശനമുള്ള ഒരു കവിതയാണ്. അത് 2006 വന്ന സമാഹാരമാണ്. എപ്പോൾ മുതലാണ് പുരസ്കാരങ്ങൾ വന്നു തുടങ്ങിയത്? പിന്നീട് 2010 ശേഷമാണ് ആദ്യം ഒരു KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം കിട്ടി. പിന്നീട് ഒന്നുമില്ല, പിന്നെ കുറെ കൊല്ലം ഒന്നുമില്ല പുരസ്കാരം. അങ്ങനെ 2013 പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് പിന്നെ മുണ്ടശ്ശേരി അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മുണ്ടശ്ശേരി അവാർഡ് കിട്ടുന്നത്. അതിന്റെ ഒരു ചെമ്പന്തൊട്ടി സ്കൂൾ, ഞാൻ മൂത്തേടത്തെ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ട് ചെമ്പന്തൊട്ടി സ്കൂളിലേക്ക് തന്നെ മാറ്റി. അവിടെയുള്ള ക്ലർക്ക് ഉണ്ട്, അദ്ദേഹമാണ് ഈ പുസ്തകം വേണമെന്നുണ്ട് അയക്കണം, എഴുത്തുകാരെ അയക്കാം. അതിന് പുസ്തകം അയച്ച് എനിക്കാണെന്നുള്ളത് അറിയുന്നത് അന്ന് മൊബൈൽ ഫോൺ, ഞാൻ വൈകുന്നേരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ ബാഗിൽ നിന്ന് അടിക്കുന്നത് കണ്ടിട്ട് വിളിക്കുമായിരുന്നു. 4 മണിക്ക് ശേഷമുള്ള ക്ലാസ്സാണ്. പിന്നെ വിളിക്കും. ഞാൻ ആ ഫോൺ വന്ന് എടുത്തപ്പോൾ എല്ലാവരും പേടിച്ചിട്ടാണ്, തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് മൊബൈൽ ഫോൺ എന്തിനാണ്? ഞാൻ ഒരു DPIയുടെ ഉത്തരവുണ്ട്, ഈ ഫോൺ ക്ലാസ് കൊണ്ടുപോയിക്കൂടെ. അന്നേരം ഉത്തരവുണ്ടായിരുന്നു 2013. അതുകൊണ്ട് ഫോൺ എടുത്തില്ല. ഉത്തരവ് ഞാൻ തന്നെ ഇറക്കിയതാണ്. മാഷിനാണ്, സാറിനാണ് ഇപ്രാവശ്യത്തെ മുണ്ടശ്ശേരി അവാർഡ്. വലിയ ആനന്ദം, കാരണം ഒരു വലിയ അംഗീകാരം. പിന്നീട് പിന്നെ BCB ട്രസ്റ്റ് തിരുവനന്തപുരത്തുള്ള ഒരു പുരസ്കാരം. പിന്നീട് പിന്നെ കുറെ പിന്നിട്ടതിന് ശേഷം NV കൃഷ്ണവാര്യർ അവാർഡ് കിട്ടി. കൃഷ്ണവാര്യർ അവാർഡ് കിട്ടി. ഇപ്പം സഹോദരനയ്യപ്പൻ അവാർഡ് കിട്ടി. സത്യത്തിൽ ഒരു അച്ഛൻ ഈ പക്ഷം ചേർന്നതിന്റെ, ആ കുടുംബത്തിന്റെ പശ്ചാത്തലം ഈ അവാർഡുകൾ കിട്ടാൻ വൈകാനൊരു കാരണമായിട്ടുണ്ടാവില്ലേ? അങ്ങനെ കരുതിയുണ്ടോ? താങ്കളൊരു കവിതയിൽ അങ്ങനെ ഒരു സങ്കടം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ആ കവിതയിൽ അതൊരു സൂചിപ്പിക്കുന്നുണ്ടോ? ഞാൻ പല കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട്, ആദ്യം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തടസ്സപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് വിമർശകർ ചെയ്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ അവാർഡുകൾ തരുന്നതിൽ മാറി ആയതുകൊണ്ട് വലതുപക്ഷങ്ങൾ അവഗണിച്ചു. കമ്മ്യൂണിസ്റ്റ് വിമർശകനായതുകൊണ്ട് ഇടതുപക്ഷമുണ്ട്. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങൾ എൻ്റെ ഒപ്പം എഴുതി വരുന്നവർക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോ അതിനെ അയക്കാറില്ല. ഇപ്പൊ അബുദാബി ശക്തി അവാർഡൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അയക്കാറുമില്ല. കുടുംബ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ്? താങ്കളുടെ ജീവിത പങ്കാളി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എന്താണ്? സാധാരണ പരമ്പരാഗതമായ രീതിയിൽ ഉഷാദേവി എന്നാണ്. ഏത് ഇല്ലത്ത്? നീലേശ്വരം കുന്നത്തില്ലത്താണ്. നമ്പൂതിരി പദവി പേര് ആ വാൽ ഉപേക്ഷിച്ച താങ്കൾ വിവാഹം കഴിക്കുമ്പോൾ കൃത്യമായിട്ട് ഇല്ലത്ത് തന്നെ പോയി കഴിക്കാനുള്ള ഒരു എന്താണ് അതിന് കാരണം? പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ അല്ല, പേര് മാത്രമല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്റെ വീട്ടില് എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവര് പിന്നെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക, എന്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ അത് പ്ലേറ്റ്
എല്ലാം അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ നമ്മള് പിന്നെ ഞാൻ ഒന്ന് വെജിറ്റേറിയൻ ആണ് ഞാൻ ഭക്ഷണം ഇപ്പോഴും അതെ. പിന്നെ ഞാൻ ഒരു കവിത തന്നെ പറഞ്ഞിട്ടുണ്ട്, മീൻ തൊട്ട് കൂട്ടിയിട്ടില്ല ഉപ്പ് വിളയും കൈപ്പാട്ടിൽ അലഞ്ഞിട്ടുണ്ടൻ ബാല്യം. എന്റെ വേണു എന്ന് പറഞ്ഞ തൊട്ടടുത്തുണ്ടാവും. മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഒപ്പം പോകും. എന്നിട്ട് മത്സ്യം പിടിക്കാൻ ഞാൻ ചൂണ്ടയിടും ഒക്കെ ചെയ്തിട്ടുണ്ട്. മത്സ്യം വെജിറ്റേറിയൻ ആണ്. പിന്നീട് ഇതിനെ പൂർണ്ണമായി ബ്രേക്ക് ചെയ്യാനെന്നുള്ള ഒരു അന്തരീക്ഷമൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ജീവിതത്തിൽ സാധ്യതകള് നമുക്ക് പറയാൻ പറ്റും. ജീവിത പങ്കാളിയുടെ പേര് ഉഷാദേവി. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ അതെ. കുട്ടികള് 2 പേരാണ്. മകള് പിന്നെ ഗംഗ, എന്ത് ചെയ്യുന്നു? അമ്മയുടെ പേര് തന്നെയാണ് മകൾക്കുള്ളത്. അവള് ഡോക്ടറാണ്, തൃശ്ശൂരിൽ നിന്ന് പഠിച്ചു. ഇപ്പോ PG പിന്നെ MBBS കഴിഞ്ഞ് PG എഴുതാനുള്ള അതിനു മുമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പയ്യന്നൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആള് മോൻ ഹരികൃഷ്ണൻ, അവൻ BSc കഴിഞ്ഞ് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ കോഴ്സ്. വൈഫ് എന്താണ് ചെയ്യുന്നത്? ടീച്ചറാണ്, നീലേശ്വരൻ രാജാസ് ഹൈസ്കൂളിൽ അധ്യാപിക. എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ ഈ പലപ്പോഴും ഈ ജീവിതം ഒരു സുഖമില്ല, ഇതെനിക്ക് പറ്റിയ പണിയല്ല, വെറുത്ത ഒരു ജീവിതം, താങ്കൾ തന്നെ അത് പറയുന്നുണ്ട് പലപ്പോഴും, അപമാനവും സങ്കടവും ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം കൂടി വെറുത്ത ഒരു ജീവിതത്തിൽ നിന്ന് മാധവൻ പുറച്ചേരി എന്ന കവി, എഴുത്തുകാരൻ, അവാർഡുകളുടെ ഒരു വലിയ നിര തന്നെ, അതും ആരും മോഹിക്കുന്ന മുണ്ടശ്ശേരി അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ തേടിയെത്തിയ ഒരാളെന്ന നിലക്കിരിക്കുമ്പോൾ എന്താണ് ജീവിതം നൽകുന്ന സന്ദേശം? ഇത് വളരെ പ്രയാസം നിറഞ്ഞ ഒന്ന് തന്നെയാണ്. ഞാനും അതിൽ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ അനുഭവിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ജീവിതത്തോട് എത്ര കണ്ട് ഇപ്പോൾ അമ്മയുടെ ഒരു സഹനം എന്നിലുണ്ടാക്കിയ ഒരു തോന്നൽ, ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ചിട്ട് പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ അപ്പുണ്ടാക്കി അച്ചാറുണ്ടാക്കുക. അമ്മയെപ്പോലൊരു യാഥാസ്ഥിക അന്തരീക്ഷത്തിൽ വളർന്ന ഒരാൾ പോലും ദുരിതങ്ങൾ വന്നപ്പോൾ ദുരിതങ്ങളെ മറികടക്കാനുള്ള വഴിയാണ് നോക്കിയത്. എന്തെങ്കിലും ഒരു വഴി ജീവിതത്തിൽ തുറന്നു വരുന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ പലവട്ടം ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ അപ്പോഴൊക്കെ ധാരാളം പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. എന്റെ മുമ്പിലുള്ള വലിയ സാധ്യത അതായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഏതെങ്കിലും ഒരു കാരുണ്യ സ്പർശം പലവട്ടം ആലോചിച്ചിട്ടുണ്ടാവും. കാരണം അന്നത്തെ നിലയിൽ നമുക്ക് എണ്ണെടുക്കാൻ പറ്റില്ല. കാരണം ഈ ഓരോ അപമാനവും ഉടനെ തോന്നുക അത് മരണത്തിലേക്കുള്ള വാതിൽ കൂടിയായിരുന്നു. പക്ഷെ ആ വാതിലടക്കാൻ പ്രേരിപ്പിച്ചത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി അമ്മ തന്നെയാണ്. പിന്നീട് ധാരാളം പേര് വായിച്ചൊരു വായനക്കാരൻ മതി ജീവിതത്തെ പിടിച്ചു നിർത്താനുള്ള ചെറിയൊരു കച്ചിത്തുരുമ്പ് ആയി മാറാൻ. ജീവിതത്തിൽ ഇനിയും പ്രതീക്ഷിക്കാൻ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തോന്നലുകൾ അവശേഷിപ്പിക്കാൻ ഒരുപാട് വായനയും എഴുത്തുമാണ് താങ്കൾ എന്ന മനുഷ്യനെ ഇന്ന്. വായനയും എഴുത്തും സൗഹൃദവുമാണ്. ഇപ്പൊ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മെച്ചം ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. മറ്റൊക്കെ പലതരത്തിലും അപാകതകളും പ്രശ്നങ്ങളും വിയോജിപ്പുകളും ഉണ്ടാവാം. പക്ഷെ അവര് ഈ സഖാവ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സൗഹൃദം ഉണ്ട്, അതിന് വലിയ വില മതിക്കുന്നു. ഇന്നത്തെ സഖാവും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റും എങ്ങനെ വിലയിരുത്തപ്പെടുന്നു ഇന്നത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ? ഒരുപാട് പ്രശ്നം നേരിടുന്നുണ്ട്. കാരണം ലോകത്തെമ്പാടും കമ്മ്യൂണിസം വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അത് അതേപടി മുന്നോട്ട് അതേ രീതിയിൽ പറ്റില്ല. അതിന്റെ നേതൃതലത്തിൽ വലിയ തോതിൽ അഴിച്ചുപണിയും ജനാധിപത്യവും അതിലുണ്ടായേ പറ്റൂ. ഈ എല്ലാം ജനാധിപത്യം കുറവല്ലേ? കേന്ദ്രീകൃത ജനാധിപത്യമാണ് അതിലുള്ളത്, മുകളിൽ നിന്ന് താഴോട്ടാണ് ഉള്ളത്. അത് പഴയ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്ര വലിയ അറിവുകളൊന്നും ഇല്ലാത്തൊരു കാലത്ത് അത് ശരിയായിരിക്കാം. ഇനിയുള്ള കാലത്ത് താഴെ നിന്ന് മുകളിലേക്കുള്ളതാണ് ശരിയായ ജനാധിപത്യം എന്ന് പറയുന്നത്. കേന്ദ്രീകൃത ജനാധിപത്യം ഒരു ജനാധിപത്യേ അല്ല. അതിന് ഒരർത്ഥത്തിൽ വേറെ മുകളിൽ നിന്ന് തീരുമാനം എടുക്കുക, ശരിക്കും ജനങ്ങളുടെ ഇച്ഛ എന്താണ് എന്ന് മുകളിൽ അറിയുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് താഴെ. താങ്കൾ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൂർണ്ണമായി നശിച്ചുകൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണോ? കമ്മ്യൂണിസ്റ്റുകാരനാവാൻ പറ്റില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് പൂർണ്ണമായി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഉൾക്കൊള്ളാത്തിടത്തോളം കാലം പാർട്ടിക്കാരനാവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ വിശാലമായ ഇടതുപക്ഷം എന്നുള്ള വാക്ക് വരുന്നത് പോലും ഫ്രാൻസിൽ ഇടതുവശത്തിരിക്കുന്ന ആൾ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടയാള്, വലതുവശത്തിരിക്കുന്ന ആൾ ഇത് തന്നെ തുടരണം എന്ന് പറയുന്ന ആൾ, അങ്ങനെയാണ് ഇടതുപക്ഷം എന്നുള്ളത് വരുന്നത്. മാറ്റം തീർച്ചയായിട്ടും വരണം. ഇടതുപക്ഷം മാറ്റം ആഗ്രഹിക്കാത്തവരാണ്. ഇന്നത്തെ ഇടതുപക്ഷം വ്യവസ്ഥാപിതമായ ഒരു ശീലങ്ങളിലൂടെ പുതിയ തലമുറയെ അഡ്രസ് ചെയ്യുന്നതിൽ
വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. ഈ എന്തായാലും ഒരു ചോദ്യം ചോദിച്ചത്, കമ്മ്യൂണിസ്റ്റ് ഇത്രയും പറയുമ്പോൾ പിണറായി വിജയൻ ആണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അല്ല എന്നൊരു അഭിപ്രായമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശൈലിയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. അതേക്കുറിച്ച് രാഷ്ട്രീയമായ താങ്കളുടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഒരു രാഷ്ട്രീയ ബോധ ചിന്താമണ്ഡലങ്ങളിൽ ഒരു സക്രിയ സാന്നിധ്യം എന്ന നിലയ്ക്കും താങ്കളുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും? വ്യക്തിപരമായി അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വലിയ ആരാധനയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകാർ ധാരാളം വേറെ ഉണ്ട് താനും, വ്യക്തിപരമായി എനിക്ക് അറിയുന്നവർ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വസിക്കുക എളുപ്പമല്ല. ഒരു വ്യക്തിക്കും അങ്ങനെ അസാധാരണമായ കഴിവൊന്നുമില്ല. ഒരു സംഘടിതമായ അസാധാരണമായ ഒരു കഴിവൊന്നുമില്ല, തീർച്ചയായിട്ടും ഇല്ല. അത് സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറെക്കാലമായി പലപ്പോഴും സംഭവിക്കുന്നത് വ്യക്തികളെ ആരാധിച്ചിട്ട് ആശയപരമായി വേണ്ടത്ര രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്താതെ പോകുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറെ കാലങ്ങളിലായി വന്ന ഒരു പെശക് തന്നെയാണ്. കൂടുതൽ ജനാധിപത്യം കടത്തിവിടുകയും അധികാര സ്ഥാനങ്ങളിൽ തുടർച്ചയായിട്ട് ഒരാൾ വഹിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലും ഏറ്റവും ജനയുഗം CPI ആ ഒരു തണല്, ആ ഒരു വഴി ഉണ്ടല്ലോ, താങ്കളിൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതിൽ നിന്ന് പൂർണ്ണമായി മാറിയോ CPI എന്ന പ്രസ്ഥാനത്തിൽ നിന്ന്? രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നിരവധി സൗഹൃദം പാർട്ടി ഇല്ല. CPI അവര് വിളിക്കാറുണ്ട്, പലപ്പോഴും CPM മുമ്പ് ധാരാളം പ്രാവശ്യം വിളിക്കാറുണ്ട്. കുറച്ചു കാലമായി വിളിക്കുന്നുണ്ടോ? ഇല്ല. കേരളത്തിനെതിരെ ഞാൻ ചില നിലപാടുകൾ സ്വീകരിച്ചതിന് ശേഷം പലപ്പോഴും അവര് ഈ വിയോജിപ്പുകളുടെ ഉൾക്കൊള്ളാനുള്ള ഒരു ആരോഗ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാര്. താങ്കൾ ഈ പറയുമ്പോൾ ഈ പിണറായി ഈ ഭരണത്തിനെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ CPI പോലും അവരോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ താല്പര്യം കാട്ടുന്നു എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെയുള്ള പൂജാരിമാർക്ക് അവർക്ക് ഭക്തി കുറവായിരിക്കും, തൊഴുന്നവർക്കാണ് ഭക്തി കൂടുതലുണ്ടാവുക. അപ്പോൾ താഴേക്കടയിലുള്ള സാധാരണ മനുഷ്യനിലെ കമ്മ്യൂണിസം ഞാൻ ആദരിക്കുന്നുണ്ട്. ഉയർന്ന തലങ്ങളില് പാർട്ടിയുടെ നേതൃതലങ്ങളിൽ ഈ രാഷ്ട്രീയമായ ഒരു പ്രബുദ്ധത ഇന്ന് ദൗർഭാഗ്യവശാൽ കാണാൻ CPIയിലും ഇല്ല എന്ന് തന്നെ. എല്ലാ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ ശരിക്കും വേണ്ടത് ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ ഗ്രൂപ്പുകളും ഒന്നിച്ചു നിന്ന് ഒരു ഇടതുപക്ഷ അന്തരീക്ഷം എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു CPM ബീഹാറിൽ CPIML ആണ് ഏറ്റവും പ്രധാന പാർട്ടി. അതുകൊണ്ട് നിരവധി ഇടതുപക്ഷ ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ സമയം തീരുകയാണ്. ഒരു 4 വരി കവിത കൂടി ചൊല്ലി നമുക്കിത് നന്നാവും ചൊല്ലി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിനയേന്ദ്രനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. വിനയേന്ദ്രനെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വിനയേന്ദ്രൻ ഓർമ്മയിലേക്ക്? വിനയേന്ദ്രനെ കുറിച്ച് ഒരു കവിത എഴുതാൻ ഒരു കവി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്ന ഒരു കവി വിനയേന്ദ്രനാണ്. വിനയേന്ദ്രൻ ഏറ്റവും കൂടുതൽ പ്രണയത്തെ കുറിച്ച് എഴുതിയ ഒരാളാണ്. കവിത വിനയചന്ദ്രനോട് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല, എന്നെ കുറിച്ച് പറയാൻ വേണ്ടി എഴുതിയ കവിതയാണ്. സുഹൃത്തേ ചിരപരിചിതമീ മുറി, നിന്റെ കവിതകൾ വർണ്ണഗോപുരം ചമയ്ക്കുന്നു. പെണ്ണിന്റെ ലജ്ജ പോലെ അവ്യക്ത മധുരം നിന്ദിശാസൂചികൾ, കണ്ണീർ വെളിച്ചത്തിൽ പ്രണയമന്ത്രം. പൗരാണികരും പ്രണയലിപികളും പഥികന്റെ വീണയിൽ സംഗീതമാകുന്നു. യാത്രികർ കൂടിപ്പിരിയും വഴികളിൽ ദുഃഖം നിലാവായി വിരിയുന്നു. പ്രണയവും വിരഹവും കൂട്ടുകാരാകുന്നു. നിന്റെ പെണ്ണേതു പെണ്ണ്, കടൽക്കരയിൽ നിലാവിന്റെ ലഹരിയിൽ മുടിയഴിച്ചിട്ടവൾ, കന്യാകുമാരിയിൽ സാഗര സ്നാനത്തിൽ നിന്നെ തഴുകി കടന്നു പോകുന്നവൾ, ഘനവിരഹ ഹേമന്ത രജനിയാകുന്നവൾ. പ്രേക്ഷകരെ, ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല ഈ എപ്പിസോഡ് തന്നെ. കാരണം ഇനിയും അറിയാനുണ്ട്, ഒത്തിരി കേൾക്കാനുണ്ട് പലതും. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുതിപ്പുകൾ ഇനിയും എഴുതാനുണ്ട്. അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നല്ല വായന, നല്ല എഴുത്ത് മനുഷ്യന് നൽകുന്ന ഊർജം ചെറുതല്ല. പിന്നെ അമ്മ എന്നൊരു സങ്കല്പം, അമ്മ, ആ യാഥാർത്ഥ്യം എത്രമാത്രം നമ്മളോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് മാധവൻ പുറശ്ശേരി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ജീവിതം പല വട്ടം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യന് മുന്നിൽ തുറന്നു വന്ന വഴികൾ പലതാണ്. അതുകൊണ്ട് സാധ്യതകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധ്യതയുമില്ലാതിരുന്ന ആ പഴയ കാലത്ത്
ജീവിതം പച്ച പിടിപ്പിക്കാൻ ഇദ്ദേഹം നടത്തിയ യാത്ര ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പാഠമാണ്, പുസ്തകമാണ്. പഠിക്കണം ഇതൊക്കെ. എന്നാലേ ഇന്നത്തെ സൗഭാഗ്യങ്ങളുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാനറിയും. അതുകൊണ്ട് തന്നെ മാധവൻ പുറച്ചേരി പ്രേക്ഷകർക്ക് നല്ല ഒരു അനുഭവമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് സക്സസ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത മാധവൻ പുറച്ചേരിക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. യെസ്.